ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി, അദ്ദേഹം ഇന്ത്യയിലെ തലമുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. 18 വർഷങ്ങളായി മുഖ്യമന്ത്രിയായി ഉള്ള വ്യക്തി, മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. നിങ്ങളുടെ കയ്യടി തുടർന്നുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ നമ്മുടെ ആപ്കി അദാലത്തിന്റെ ജഡ്ജിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ജഡ്ജി പ്രത്യേകതകൾ നിറഞ്ഞൊരു വ്യക്തിയാണ്. പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ്. ദലൈലാമ മുതൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വരെ 90,000 പേർക്കാണ് ഇദ്ദേഹം സർജറി ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ റോബോട്ടിക് സർജറിയുടെ പയനിയറാണ് ഇദ്ദേഹം. പ്ലീസ് വെൽക്കം ഡോക്ടർ പ്രദീപ് ചോബെ. ഡോക്ടർ ചോബെ മധ്യപ്രദേശിലെ ജഗൽപൂരിലാണ് ഉള്ളത്. ഇന്നത്തെ ആപ്കി അദാലത്തിലെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ നമ്മുടെ ജഡ്ജിയോട് ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിനുള്ള അനുവാദം നമുക്ക് ചോദിക്കാം. ഇന്നത്തെ വിചാരണ തുടങ്ങിയേക്കാം. ഇന്നത്തെ ചോദ്യങ്ങളും വിചാരണയൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ശിവരാജ് സിംഗ് ചൗഹാന്റെ പൊളിറ്റിക്കൽ കരിയറും അദ്ദേഹത്തിന്റെ ലൈഫിനെ കുറിച്ചും നമുക്കൊന്ന് മനസ്സിലാക്കാം. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ. 18 വർഷങ്ങളായി മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ ഏറ്റവും കൂടുതൽ വർഷം മുഖ്യമന്ത്രിയായിരുന്ന BJP നേതാവ് എന്ന ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശിലുള്ള സീഗോർ ജില്ലയിൽ നർമ്മദ നദീതീരത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ച ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ന് ജനങ്ങളുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം നേടിയെടുത്തിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സ് കീഴടക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേക കഴിവ് പ്രശംസനീയമാണ്. ജനങ്ങളോട് കൂടുതൽ അടുക്കുവാൻ അദ്ദേഹം എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. മധ്യപ്രദേശിലുള്ള എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹം ഒരു സഹോദര തുല്യനായ വ്യക്തിയാണ്. ചില സമയങ്ങളിൽ ഇദ്ദേഹം ഭക്തിയോടെ നൃത്തം ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. എതിർപ്പുകളെ വളരെ ധൈര്യമായി നേരിടുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിൽ BJP മധ്യപ്രദേശിൽ തുടർന്ന് 3 പ്രാവശ്യം നിയമസഭാ ഇലക്ഷനിൽ ജയിച്ചു. 2020 ശിവരാജ് സിംഗ് ചൗഹാൻ 4ാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്തു. ഇപ്പോൾ മധ്യപ്രദേശിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ശിവരാജ് സിംഗ് ചൗഹാൻ ആപ്കി അദാലത്തിൽ അദ്ദേഹത്തിനെതിരായ കുറ്റങ്ങളെ സ്വയം വാദിക്കുന്നതായിരിക്കും. ശരി, ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ നമുക്ക് ആരംഭിക്കാം. ശിവരാജ് സിംഗ് ചൗഹാന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം രാഷ്ട്രീയത്തിനു വേണ്ടി മതം ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ശിവരാജ് സാർ, താങ്കൾ കുട്ടിക്കാലം മുതലേ മതത്തിൽ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. ദൈവഭക്തി കുറച്ച് കൂടുതലാണ്. ഒരു സന്യാസിയാകണമെന്ന് താങ്കൾ ആഗ്രഹിച്ചതായിട്ടാണ് ഞാൻ കേട്ടത്. എന്റെ ഗ്രാമം നർമ്മദ നദിയുടെ തീരത്താണ്. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. കുട്ടിക്കാലം മുതലേ ഞാൻ സന്യാസികളുമായിട്ട് ഇടപഴകാറുണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് ഞാൻ വളർന്നത് തന്നെ. അവരുടെ കൂടെ ഇടപഴകുമ്പോൾ എൻ്റെ മനസ്സിനകത്തും ധ്രുവൻ പിന്നെ പ്രഹ്ലാദിനെയൊക്കെ പോലെ ദൈവത്തിൻ്റെ മടിയിൽ പോയി ശരണം പ്രാപിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനുവേണ്ടി എത്രയോ തവണ ശ്രമിച്ചിട്ടുമുണ്ട്. നർമ്മദയുടെ കരയിൽ ഇരുന്നു കൊണ്ട് ദൈവഭക്തിയോടുകൂടി ഞാൻ ധ്യാനം ഇരുന്നിട്ടുണ്ട്. അവരെയൊക്കെ നമസ്കരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് അവരിൽ ശരണം പ്രാപിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ആത്മീയമോ മതപരമോ ആയതല്ല, എൻ്റെ സാംസ്കാരികപരമായിട്ടുള്ള ഒന്നാണെന്ന് ഞാൻ പറയും. പിന്നീട് ഞാൻ എത്ര തവണ ശ്രമിച്ചിട്ടും ആ ദിശയിൽ എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. കുട്ടിക്കാലം മുതലേ ഞാൻ ഭഗവത്ഗീത വായിക്കാറുണ്ടായിരുന്നു. ആ അറിവ് കാരണമാണ് എനിക്ക് ആ വഴിയിൽ പോകണമെന്ന് തോന്നിയത്. ഈ ജീവിതം നമ്മുടെ വയറ് നിറയ്ക്കാൻ വേണ്ടിയുള്ളത് മാത്രമല്ല, മനുഷ്യജീവിതം വിജയകരമായിരിക്കണം, അത്ഭുതകരമായിരിക്കണം. പിന്നെ ആ സമയത്താണ് സ്വാമി വിവേകാനന്ദൻ്റെ ഒരു പുസ്തകം എനിക്ക് കിട്ടിയത്. അന്ന് ഞാൻ കുട്ടിയായിരുന്നു, 6ാം ക്ലാസ് വിദ്യാർത്ഥി. അതിനകത്തുണ്ടായിരുന്ന ചില വരികൾ ഇന്നും എനിക്ക് ഊർജം പകരുന്നുണ്ട്.
അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വാമിജി പറഞ്ഞത് എന്താണെന്നാൽ, നിങ്ങൾ വെറും കൈയും കാലും അസ്ഥിക്കുടവുമുള്ള പാവകളല്ല. നിങ്ങൾ ഭഗവാന്റെ ഒരു അംശമാണ്, അമൃതപുത്രന്മാർ. നിങ്ങൾ ആ മഹാസ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അത് മാത്രമല്ല, നിങ്ങൾ അളവറ്റ ശക്തിയുള്ളവരുമാണ്. ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യം പോലും ഇല്ല എന്നതും ഞാൻ അതിലൂടെ മനസ്സിലാക്കി. ഞാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചു, ജീവിതം അർത്ഥപൂർണമായ ഒന്നാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. മറ്റൊരു കാര്യവും ഞാൻ അറിഞ്ഞു, അതായത് താങ്കൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു നേതാവാകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ മുത്തശ്ശൻ താങ്കളെ ശരിക്കും തല്ലിയെന്നും കേട്ടു. നിങ്ങൾ കേട്ട കാര്യങ്ങൾ സത്യം തന്നെയാണ്. പിന്നെ ഈ വിവരങ്ങളൊക്കെ വളരെ ആഴമുള്ളതാണ് സർ. ആക്ച്വലി എൻ്റെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ആ ഒരു ആഗ്രഹം വന്നപ്പോൾ എൻ്റെ വീട്ടിൽ അധ്വാനിക്കുന്ന ഒരു ചേട്ടനും പിന്നെ ഒരു അനിയത്തിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ കുട്ടികൾ പോലും അധ്വാനിക്കുമായിരുന്നു. ഒരു 50 വർഷം മുന്നേയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ വളരെ കഠിനമായിട്ട് അധ്വാനിക്കും, പക്ഷെ അതിന് പകരമായിട്ട് അവർക്ക് കാശ് കൊടുക്കുകയില്ല. പകരം ഒരു പാത്രത്തിൽ ധാന്യങ്ങൾ അവർക്ക് അളന്നു കൊടുക്കുമായിരുന്നു. ഒരു പാത്രത്തിന്റെ കാൽഭാഗമൊക്കെ അളന്നു കൊടുക്കുമായിരുന്നു. ആ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കുന്നവർക്ക് അത് വളരെ കുറഞ്ഞ കൂലിയാണെന്ന് എനിക്ക് തോന്നി. എന്റെ ഗ്രാമത്തിലെ തൊഴിലാളികളെ ഞാൻ അവിടുത്തെ ക്ഷേത്രത്തിൽ ഒന്നിച്ച് വിളിച്ചു ചേർത്തു. ഞാൻ ചെറിയ കുട്ടിയായിരുന്നതുകൊണ്ട് എല്ലാവരും ഒന്നും വന്നില്ല, കുറച്ചുപേർ മാത്രമേ വന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അധ്വാനത്തിന് ഇത് വളരെ കുറഞ്ഞ കൂലിയാണെന്ന്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കുകയും ചെയ്തു. നമ്മൾ വയലിൽ പണിയെടുക്കാൻ പോവാതെ സമരം ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അവർ കൂലി കൂട്ടിയേ തീരൂ. ഇത് നടക്കുമെന്ന് അവർക്ക് സംശയം ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നടക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞങ്ങൾ ഒന്നിച്ചൊരു ജാഥയായിട്ട് പോകണമെന്ന് തീരുമാനിച്ചു. പക്ഷെ ഞങ്ങൾക്കപ്പോൾ കറണ്ട് ഇല്ല. അപ്പോൾ ഞങ്ങളൊരു പെട്രോമാക്സ് ഉപയോഗിച്ചു. ആ ഗ്യാസ് ലൈറ്റ് ഒരു തൊഴിലാളി അദ്ദേഹത്തിന്റെ തലയിൽ വെച്ചു. ഞാൻ അവരെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ചു. ബാക്കിയുള്ളവരെല്ലാവരും എന്നെ അനുഗമിച്ചു. പിന്നെ ഞങ്ങളുടെ മുദ്രാവാക്യം 2.5 പൈസയല്ല 5 പൈസ വേണമെന്നായിരുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ പണി മുടക്കുമെന്നും പറഞ്ഞു. പക്ഷെ ആ ജാഥ നടന്ന് എന്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് എന്റെ മാമൻ ലാത്തി എടുത്തുകൊണ്ട് പുറത്തു വന്നു. എന്നിട്ട് ആ 5 പൈസ ഞാൻ നിനക്ക് തരാമെന്നും പറഞ്ഞ് എന്നെ അവരടിച്ചു. അദ്ദേഹം ലാത്തി എടുത്തത് കണ്ട ഉടനെ ബാക്കിയുള്ളവരൊക്കെ ചെതറി ഓടി. ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പെട്ടത്. അദ്ദേഹം എന്നെ അന്ന് ശരിക്കും പൊതിരെ തല്ലി എന്ന് തന്നെ ഞാൻ പറയും. ഞങ്ങൾ താങ്കളെ ശ്രദ്ധിക്കാറുണ്ട്. മതത്തിനോടുള്ള താങ്കളുടെ ഭക്തിക്ക് ഒരു കുറവുമില്ല. താങ്കൾ അമ്പലങ്ങളിൽ പോകാറുണ്ട്, ഭജനകളിൽ പങ്കെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ വളരെ പുരാതനമായൊരു സംസ്കാരമുള്ള നാടാണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിത രീതികൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ ആചാരങ്ങൾ, ഇതെല്ലാം തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ പാരമ്പര്യം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചു കാണിക്കണം. ഭയഭക്തിയോടെ കഴിയുന്നത് അത് എൻ്റെ സ്വഭാവത്തിന്റെ ഒരു സവിശേഷതയാണ്. ഇതെന്റെ സംസ്കാരത്തിലുള്ളതാണ്. എനിക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നുവോ അപ്പോഴൊക്കെ ഞാൻ ക്ഷേത്രത്തിൽ പോകും. താങ്കൾ അമ്പലങ്ങളിൽ പോയി ഭജനയൊക്കെ പാടി ദൈവത്തിനോട് എങ്ങനെ ഐക്യമാവുന്നതിനെ കുറിച്ചുള്ള ചില വീഡിയോ എൻ്റെ പക്കലുണ്ട്. അത് ജനങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ രാഷ്ട്രീയ വിമർശകനായ കമൽനാഥ് ഇതൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ശിവരാജ് നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ശിവരാജ് സൽമാൻ എന്ന് താങ്കൾക്ക് പേര് വെക്കണമെന്നാണ് പറയുന്നത്. പിന്നെ സിനിമയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ താങ്കൾക്ക് നല്ല പേര് കിട്ടുമെന്നും അദ്ദേഹം പറയുന്നു. രജത് സാർ, ഇതിനുള്ള മറുപടി ഞാനല്ല, അത് ജനങ്ങൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം ഇങ്ങനെയൊരു വാക്ക് പറഞ്ഞപ്പോൾ ചിലരൊക്കെ എനിക്ക് ചില ഫോട്ടോഗ്രാഫ്സ് വരെ അയച്ചു. ആ ഫോട്ടോഗ്രാഫ്സൊക്കെ ഞാൻ ഒരു തവണ നിങ്ങൾക്കും ഈ ജനങ്ങൾക്കും കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നല്ല, അതുപോലത്തെ ഒരുപാട് ഫോട്ടോകളുണ്ട്. ഞാൻ എന്താഗ്രഹിക്കുന്നെന്നാൽ ജനങ്ങൾ എന്താണ് ഇതിന് മറുപടി നൽകിയതെന്ന് എല്ലാവരും കാണണം. ഇത് സൽമാൻ ഖാന്റെ കൂടെ അദ്ദേഹം എടുത്ത ഫോട്ടോയല്ലേ? ഇത് ജാക്ലിൻ ഫെർണാണ്ടസ്. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കേ, ശിവരാജ് സൽമാന്റെ കൂടെ നിൽക്കുന്നുവെന്ന്. ഇത് കരീന കപൂറിനൊപ്പം. ഇത് ദിയ മിർസ. ഇവരെയൊക്കെ താങ്കൾക്കറിയാമോ? എനിക്ക് അവരുമായിട്ടൊന്നും അടുത്ത പരിചയമില്ല. ശ്രീ കമൽനാഥിനെ ഇവരെയൊക്കെ അറിയാവുന്നത്ര എനിക്കറിയില്ല. നിങ്ങൾ നോക്കൂ, ഫോട്ടോ അവരുടേതാണ്. കൂടെയുള്ളവരെ അറിയുന്നത് അവർക്കാണ്, കൂടെ ഉള്ളതും അവരാണ്. എന്നിട്ട് എന്നോട് പോയിട്ട് ബോളിവുഡിൽ പോയിട്ട് ആക്ടിങ് ചെയ്യാൻ പറയുന്നുണ്ടല്ലോ, ഇതൊക്കെ ന്യായമാണോ? ഹൈഫ അവരാണ് നടത്തിയത്. അതിന് കോടിക്കണക്കിന് രൂപ അവർ മുടക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുകയാണ് ബോളിവുഡിൽ പോവാൻ. ഇതിന് ജനങ്ങളുടെ മറുപടി നിങ്ങൾ കണ്ടതാണല്ലോ. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ശിവരാജ് സിംഗിനെ എനിക്ക് കളിയിലും തോൽപ്പിക്കാൻ പറ്റില്ല, പാട്ട് പാടുന്നതിലും തോൽപ്പിക്കാൻ സാധിക്കില്ല, കലകളിൽ ജയിക്കാൻ പറ്റിയില്ലെങ്കിലും ഇലക്ഷനിൽ തീർച്ചയായും ഞാൻ ജയിക്കുമെന്ന്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എന്നും ജനങ്ങൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കുന്നത് എൻ്റെ ഒരു സ്വഭാവ സവിശേഷതയാണ്. അതെന്നും ഉണ്ടാവും.
ഞങ്ങൾ ആഫ്റ്റർ ഓൾ ജനാധിപത്യത്തിൽ ജനങ്ങളെ സേവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, മധ്യപ്രദേശ് എനിക്കൊരു ക്ഷേത്രം പോലെയാണ്. അവിടെയുള്ള ജനങ്ങളെല്ലാവരും എനിക്ക് ദൈവങ്ങളാണ്. ആ ദൈവങ്ങളുടെ പൂജാരിയാണ് ഈ ശിവരാജ് സിംഗ് ചൗഹാൻ. അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനുള്ള ഒരവസരം പോലും ഞാൻ പാഴാക്കാറില്ല. എന്ത് പ്രോഗ്രാം ഉണ്ടായാലും, അത് മതപരിപാടിയായാലും ശരി, ഉത്സവങ്ങളായാലും ശരി, അതെന്തായാലും ശരി, ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ ചേർന്ന് പാടും, അവരുടെ കൂടെ ചേർന്ന് ആടും. അവരെ ഞാൻ എന്നും ചേർത്ത് നിർത്തും. പക്ഷേ ഏത് ഭജനയാണോ താങ്കൾ ചെയ്യുന്നത്, ഏത് ദൈവത്തിനെയാണോ പൂജിക്കുന്നത്, അതിനെക്കുറിച്ച് കോൺഗ്രസ് പറയുന്നത് ഇതാണ്: താങ്കളുടെ ഉന്നമനത്തിന് വേണ്ടി മതത്തിനെ കൂട്ടുപിടിക്കുന്നു എന്ന്. ഹിന്ദുയിസം പറഞ്ഞ് താങ്കൾ വോട്ട് ശേഖരിക്കുന്നു എന്നും. നിങ്ങൾ നോക്കൂ, ഹിന്ദുയിസം എന്നാൽ എന്താണെന്നുള്ളത് എൻ്റെ എതിരാളികൾക്കെല്ലാം അറിയാം. ഏകം സത് വിപ്ര ബഹുദ വദന്തി, ഇതാണ് ഹിന്ദുയിസം. ആത്മവത് സർവഭൂതേഷു, ഇതാണ് ഹിന്ദുയിസം. അയം നിജ പരോവെതി ഗണന ലഘുചേസാം ഉദാരചരിതാനാഥു വസുദൈവ കുടുംബകം, ഈ ലോകം മുഴുവനും ഒരു കുടുംബമാണ്. ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. എല്ലാവരും ഒരുപോലെയാണ് എന്നാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ, ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. നന്മയും ധർമ്മവും വിജയിക്കണമെന്നും അധർമ്മവും തിന്മയും ഇല്ലാതാവണമെന്നും അത് പറയുന്നുണ്ട്. പിന്നെ എല്ലാ ജീവിവർഗങ്ങളുമായിട്ടും സഹകരണം ഉണ്ടാവണമെന്നും പറയുന്നുണ്ട്. ലോക നന്മ മാത്രമാണ് ഹിന്ദുയിസത്തിന്റെ ലക്ഷ്യം. സർവേ ഭവന്തു സുഖിന, ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. സർവേ സന്തു നിരാമയ, ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. സർവേ ഭദ്രാണി പശ്യന്തു, ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. മാ കഷ്ടദുഃഖ ഭാഗ് ഭവന്തു, ഇതാണ് ഹിന്ദുയിസത്തിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഹിന്ദുയിസത്തെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഇപ്പോഴൊക്കെ താങ്കൾക്ക് ഇങ്ങനെ തോന്നുന്നില്ലേ, മധ്യപ്രദേശിൽ കോൺഗ്രസ് പാർട്ടി ഹിന്ദുയിസത്തിനുള്ളിലേക്ക് നുഴയാൻ ശ്രമിക്കുന്നു എന്നുള്ള കാര്യം? ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കോൺഗ്രസിന്റെ എത്ര ഓഫീസുകളുണ്ടോ അവിടെയെല്ലാം കമൽനാഥ് ഹനുമാൻ ചാലീസ പാടിയെന്നുള്ളത്. ഞങ്ങൾക്ക്, അതായത് ഭാരതീയ ജനതാ പാർട്ടിക്ക്, ഇത് ഹിന്ദുയിസമോ അല്ലെങ്കിൽ മതപരമായൊരു തെരഞ്ഞെടുപ്പോ അങ്ങനെയൊന്നും തന്നെ അല്ല. ഇതൊരു വിശ്വാസ സംബന്ധമായ, ഭക്തി സംബന്ധമായ കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് എങ്ങനെയായിരുന്നു? മുന്നെയൊക്കെ ഹിന്ദു എന്ന പേര് കേട്ടാൽ തന്നെ അവർ ദേഷ്യപ്പെടുമായിരുന്നു. ഹിന്ദു എന്ന് പറഞ്ഞാൽ സംഘി എന്ന് മുദ്ര കുത്തുമായിരുന്നു, പഴഞ്ചൻ എന്ന് പറയുമായിരുന്നു. ചിലരൊക്കെ രാമനെ ഒരു ഭാവന കഥാപാത്രമായിട്ട് പറയുമായിരുന്നു. പിന്നെ ജനങ്ങളിൽ ചിലരൊക്കെ പറയുമായിരുന്നു ഹോസ്പിറ്റൽ കെട്ടു, ടോയ്ലറ്റ് കെട്ടു എന്നൊക്കെ. പക്ഷേ ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവർകളെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ഇന്ത്യയുടെ പാരമ്പര്യം, ചരിത്രം, സംസ്കാരം, പൈതൃകം, രാമൻ, കൃഷ്ണൻ, ശിവൻ, അങ്ങനെയെല്ലാം അദ്ദേഹം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എതിരാളികൾക്ക് തോന്നുന്നത് അവർ പറയുന്നത് പോലെയൊന്നും ഇലക്ഷനിൽ നടക്കില്ല എന്നാണ്. ഇപ്പോൾ അവർ പോലും തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ഹിന്ദുത്വത്തെ ആശ്രയിക്കേണ്ടി വരുന്നു. ആരാണോ രാമനെ കെട്ടുകഥയിലെ കഥാപാത്രം എന്ന് പറഞ്ഞത് അവർ തന്നെ ഇപ്പോൾ കുറി തൊട്ട് നടക്കുന്നു. ശ്രീറാം ജയ് റാം ജയ് ജയ് റാം എന്നൊക്കെ പാടി നടക്കുന്നു. പിന്നെ എത്ര പേരാണ് ഹനുമാൻ ചാലിസ പാടി നടക്കുന്നത്? ഹനുമാൻ ചാലിസ പാടിയ സങ്കടങ്ങളൊക്കെ ഇല്ലാതാവുമെന്നാണ് പറയാറ്. ഇപ്പോൾ അവരെല്ലാം തന്നെ വലിയ ഹനുമാൻ ഭക്തരായിട്ട് മാറിയിരിക്കുകയാണ്. അവരുടെ ഓഫീസിൽ അവർ ഹനുമാനെ ഇപ്പോൾ പൂജിക്കുകയാണ്. ഇതൊരു അത്ഭുതം തന്നെയാണ്. മോദിജി രാജ്യത്തിന്റെ ദിശ വളരെ നിർബന്ധപൂർവ്വം ഈ ഭാഗത്തേക്ക് തിരിച്ചിരിക്കുകയാണെന്ന് പറയാം. അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ചിൻവാഡയിൽ ഹനുമാൻജിക്കും ബജ്രംഗബലിക്കും 110 അടിയിൽ ശില്പം ഉണ്ടാക്കിയിരിക്കുകയാണെന്ന്. ജാംഷാമിലി അവിടെയുള്ള വളരെ പഴയ പൈതൃകമുള്ളൊരു ക്ഷേത്രമാണ്. പക്ഷെ അവർ പറഞ്ഞത് അത് ഞങ്ങൾ നിർമ്മിച്ച ഒന്നാണെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് മാത്രമല്ല, ചെങ്കോട്ടയും കുത്തബ് മീനാറും ഒക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്. എന്തായാലും നിങ്ങൾ ക്ഷേത്രം ഉണ്ടാക്കിയ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അത് നല്ല കാര്യം തന്നെയാണ്. അവരങ്ങനെയൊക്കെ പറയുന്നത് തെറ്റില്ല. പക്ഷേ നിങ്ങളൊന്ന് നോക്കിയേ, ഇത് മതമോ വിശ്വാസമോ ഒന്നും തന്നെയല്ല. നിങ്ങൾ വെറുതെ പുറത്ത് കാണിക്കാൻ വേണ്ടി മാത്രം ഇതൊരു പ്രഹസനമാക്കി ചെയ്യുകയാണ്. ഇത് സുന്ദരകാണ്ഡമോ ചാലിസയോ ഒന്നുമല്ല. ഇത് വെറും ഷോ ആണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ജയിക്കാൻ പറ്റില്ല എന്ന് അവർ വിചാരിക്കുന്നത്. ഇപ്പോഴൊക്കെ സന്യാസിമാരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്നവർ കഥകൾ പറയിപ്പിക്കുന്നു. അത് ഞാൻ കേട്ടിരുന്നു. ബാബാ ബാഗേശ്വർ, ധീരേന്ദ്ര ശാസ്ത്രി അവരുടെ കഥ ചിൻവാഡയിൽ പറഞ്ഞു എന്ന്. ആദ്യം അവരുടെ പാർട്ടിയും അവരുടെ പാർട്ടി അനുഭാവികളും ആരെയാണോ വ്യാജന്മാരെന്ന് വിളിച്ചിരുന്നത്, പിന്നെ വേറെ പല പേരുകളിലും വിളിച്ചിരുന്നത്, ഇപ്പോൾ അതൊന്നും വർക്കാവില്ലെന്ന് മനസ്സിലായതോടെ തിരിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ബജ്രംഗബലിയുടെ അനുഗ്രഹം എന്തെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്? ആരാണോ ബജ്രംഗബലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത് അവർക്ക് അനുഗ്രഹം കിട്ടും. പക്ഷേ താങ്കളും കൃത്യമായ ഉത്തരം തന്നെ നൽകിയിരിക്കുന്നു. അതായത് ചിൻവാഡയിൽ ഹനുമാന്റെ ശില നിർമ്മിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്നതിൽ തെറ്റായിട്ട് എന്താണുള്ളത്? ഞങ്ങൾ ചിൻവാഡയിൽ മാത്രമല്ല, അതും ഇന്ന് മാത്രമല്ല, ഞങ്ങൾ സിയാസ് ഉജ്ജയിനിൽ ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ കൂടെ ഉണ്ടാക്കിയിരുന്നു. ഒന്നല്ല, ഒരുപാടെണ്ണം ഉണ്ടാക്കി. കാരണം അതൊക്കെ നമ്മുടെ സംഗമ കേന്ദ്രങ്ങളാണ്. ഞങ്ങൾ ഉജ്ജയിനിൽ മഹാകാൽ ലോക് ഞങ്ങൾ നിർമ്മിച്ചു.
ഞങ്ങൾ ഓർച്ചയിൽ രാംരാജ് ലോകം നിർമ്മിക്കുകയാണ്. ഞങ്ങൾ ജാംഷാമിലിൽ ഹനുമാൻ ലോകം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരുപാട് ബൻവാസി, രാം ലോഗ് ഇതൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രവിദാസ് ജിയുടെ ഒരു വലിയ ക്ഷേത്രം തന്നെ ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അതിന് പ്രധാനമന്ത്രി തന്നെ വന്ന് ശിലാസ്ഥാപനം നടത്തി പോയിരിക്കുകയാണ്. അവിടെ ലോകം നിർമ്മിക്കുന്നുണ്ട്. സംഗൻപൂരിൽ ദേവി ലോകം നിർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ലോകുകൾ ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിലൂടെ നമുക്ക് നമ്മുടെ സംസ്കാരത്തെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യം പല ആയിരം വർഷങ്ങൾ പാരമ്പര്യമുള്ള ഒന്നാണ്. നമ്മളുടെ സംസ്കാരം, നമ്മളുടെ ജീവിത രീതികൾ, നമ്മളുടെ പൈതൃകം ഇതെല്ലാം വരും തലമുറയ്ക്ക് നമ്മൾ പകർന്നു നൽകിയേ മതിയാവൂ. മുതിർന്ന തലമുറ എന്ന നിലയ്ക്ക് അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്, നമ്മളുടെ കടമയാണ്. ഒരു ഭാഗത്ത് വിശ്വാസം എന്ന കാരണം കൊണ്ട് നമ്മളത് ചെയ്യുന്നു, ഭക്തിക്ക് വേണ്ടി നമ്മളത് ചെയ്യുന്നു. ഇതും നമ്മുടെ ഒരു കടമ തന്നെയാണ്. നമ്മളുടെ എല്ലാം ചിന്തകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്നു. ഓംകാർ ഈശ്വരിൽ ഏകാന്ത് ധാം സ്റ്റാച്യു ഓഫ് വൺനെസ് ഞങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അത് തന്നെയാണ് ആദ്യ ശങ്കരാചാര്യരും പറഞ്ഞിരുന്നത്. ശങ്കരാചാര്യർ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ ജീവിവർഗങ്ങൾക്കും ഒരേ ഒരു വികാരം മാത്രമാണുള്ളതെന്ന്. വികാരമില്ലെങ്കിൽ പിന്നെ അവിടെ ജീവനുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ രാമനിൽ അർപ്പിക്കണം. രാമൻ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. ആരിലും ഒരു വിവേചനവും കാണുന്നില്ല. ആരും വലിയവനല്ല, ആരും ചെറിയവനല്ല, ആരിലും ഒരു ഏറ്റക്കുറച്ചിലുകളുമില്ല. പിന്നെ ഞാനൊരു കാര്യം സമ്മതിക്കുന്നു, ആദിഗുരു ശ്രീ ശങ്കരാചാര്യരുടെ ഈ ചിന്ത, അതായത് ഒരേ ജീവൻ തന്നെയാണ് എല്ലാവരുടെയും ഉള്ളിലുള്ളത്, ഈ ചിന്ത എല്ലാ വിവേചനങ്ങളെയും എല്ലാ വിഭാഗീയതകളെയും ഇല്ലാതാക്കും. പിന്നെ ഭൗതികവാദത്തിൽ ഊന്നി നിൽക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാശ്വതമായി നിലനിൽക്കുന്ന സത്യങ്ങളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് സ്റ്റാച്യു ഓഫ് വൺനെസ് ഞങ്ങൾ നിർമ്മിക്കുന്നത്, ലോകത്ത് ശാന്തിയും സമാധാനവും സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഉജ്ജയിനിൽ മഹാകാൽ മഹാലോകം നിർമ്മിച്ചിട്ടുണ്ട്. വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും കാര്യത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികപരമായിട്ടും നല്ല ഉന്നമനം ഉണ്ടായിട്ടുണ്ട്. ഉജ്ജയിനിൽ മാത്രം ശ്രാവണ മാസത്തിൽ ഏകദേശം 2 കോടിയുടെ അടുത്ത് ജനങ്ങൾ മഹാകാൽ മഹാരാജാവിനെ ദർശനം ചെയ്യാൻ വന്നിരിക്കുന്നു. 2 കോടി ജനങ്ങൾ. ഉജ്ജയിൻ ഒരുപാട് മാറി. 100 കണക്കിന് ഹോം സ്റ്റേകൾ, ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഒരുപാട് റിക്ഷകൾ ഓടുന്നുണ്ട്, ഒരുപാട് ടാക്സികൾ ഓടുന്നുണ്ട്. ഹോട്ടലുകാർക്ക് അവരുടെ വ്യാപാരവും നടക്കുന്നുണ്ട്. ചിലരൊക്കെ പൂമാലകൾ വിൽക്കുന്നുണ്ട്, ചിലരൊക്കെ പ്രസാദങ്ങൾ വിൽക്കുന്നുണ്ട്. ഉജ്ജയിനിന് മാത്രമായിട്ട് ഈ കഴിഞ്ഞ 10 മാസത്തിൽ 100 കോടി രൂപ വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. അവിടെ വരുന്ന ജനക്കൂട്ടം സത്യം പറഞ്ഞാൽ ഉജ്ജയിനിന്റെ ദിശ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സാമ്പത്തികപരമായിട്ട് നോക്കിയാൽ ഞങ്ങൾ മഹാകാൽ മഹാലോകിന്റെ അടുത്ത് ഒരുപാട് കടകൾ നിർമ്മിച്ചു. ആ കടകളൊക്കെ തന്നെ ഞങ്ങൾ ലേലത്തിന് വെച്ചപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ കേട്ടാൽ ആശ്ചര്യം തോന്നും. ഏകദേശം 2.5 കോടിയോളം രൂപ ഒരു കടയുടെ ഓപ്ഷനിൽ നിന്ന് മാത്രം. പിന്നെ 100 വർക്ക് ഫൂട്ട് കടകൾ. സാധാരണ മറൈൻ ഡ്രൈവിലാണ് കടകൾക്ക് ഇത്രയും ലേലത്തുക കിട്ടാറ്. മഹാകാൽ മഹാലോകം നിർമ്മിക്കപ്പെട്ടു. വിശ്വാസത്തോടെയും ഭക്തിയോടെയും ജനങ്ങൾ അവിടെ വരുന്നു. അത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഉപജീവന മാർഗമായിട്ട് മാറുന്നു. സാമ്പത്തികമായിട്ട് അവർ വളരുന്നു. ഇപ്പോൾ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും കൂടെ ബാക്കി ലോകുകളും ഞങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മീയമായ മുന്നേറ്റവും ഉണ്ടാക്കും, സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റവും ഉണ്ടാക്കും. ശിവരാജ് സാർ, താങ്കൾ ഹനുമാൻ ലോകം ഉണ്ടാക്കിയിരിക്കുകയാണ്, അതുപോലെ മഹാലോകം ഉണ്ടാക്കിയിരിക്കുകയാണ്, അതുപോലെ രാം ലോകം ഉണ്ടാക്കിയിരിക്കുകയാണ്. പക്ഷെ ശത്രുക്കൾക്ക് ഇതൊരു നരകമായിട്ട് മാറിയിരിക്കും. അവരൊക്കെ കാണട്ടെ, പിന്നെ അവരും അവിടെയൊക്കെ പോയിട്ട് കുറച്ച് ശാന്തി അനുഭവിക്കട്ടെ. പക്ഷേ ഇക്കാര്യം സത്യമാണോ? അതായത് കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ ഈ പ്രാവശ്യം വളരെ ഭയത്തോടും ഭക്തിയോടും കൂടി ഇലക്ഷനെ നേരിട്ടെന്നുള്ളത്? പ്രിയങ്ക ഗാന്ധിയും നർമ്മദാ മാതാവിനെ പൂജ ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നു. നർമ്മദാ മാതാവിന് പൂജ ചെയ്യുന്നുണ്ട്, ക്ഷിപ്ര മാതാവിൻ്റെ അടുത്തും പൂജയ്ക്ക് ചെല്ലുന്നുണ്ട്. ഇതൊക്കെ എനിക്കിപ്പോൾ കാണുമ്പോൾ വളരെ വിചിത്രമായിട്ട് തോന്നുന്നുണ്ട്. ഈ മാറ്റങ്ങളൊക്കെ വെറും തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമുള്ളതാണ്, ഭക്തിയുടെ പേരിലൊന്നുമല്ല. അതായത് ഇത് വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒന്നല്ല, ഭക്തിയുടെ പേരിലുള്ള ഒന്നുമല്ല. പിന്നെ പൊതുവെ ജനങ്ങൾ ഇതിനെ പറയാറ് പ്രഹസനം എന്നൊക്കെയാണ്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണോ? സർ, ഞാൻ താങ്കളുടെ പുതിയതായിട്ടൊരു പാട്ട് വീഡിയോ കണ്ടു. അതിൽ താങ്കൾ നന്നായി പാടിയിട്ടുണ്ട്. ഒരേ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി ആ പാട്ടൊന്ന് പാടാൻ ശ്രമിക്കാവോ? ഒരു കാര്യം സത്യമാണ്, ഞാൻ ചിലപ്പോഴൊക്കെ പാടാറുണ്ട്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന അത്ര നല്ല പാട്ടുകാരനൊന്നുമല്ല, കാരണം സംസാരിച്ച് തന്നെ എൻ്റെ തൊണ്ട മോശമായിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഞാൻ പാടാറുണ്ട്, അവരും അത് സ്നേഹത്തോടെ കേട്ടിരിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ പാടണം. ഇത് പബ്ലിക് ഡിമാൻഡാണ്, തീർച്ചയായിട്ടും താങ്കൾ പാടണം. നദിയാ ചലേ ചലേ രേ ധാരാ, ചന്ദാ ചലേ ചലേ രേ താരാ, തുझको चलना होगा, तुझको चलना होगा, तुझको चलना होगा, तुझको चलना होगा.
जीवन कहीं भी ठहरता नहीं है, जीवन कहीं भी ठहरता नहीं है, आंधी से तूफान से डरता नहीं है, तू न चलेगा तो चल देंगी राहें, तू न चलेगा तो चल देंगी राहें, मंजिल को तरसेंगी तेरी निगाहें, तुझको चलना होगा, तुझको चलना होगा. നന്ദി ശിവരാജ് സാർ. ഇത് ഇലക്ഷന്റെ സമയമാണ്, താങ്കൾക്ക് പോകാനുള്ള സമയമായി. ജനങ്ങളും എൻ്റെ കൂടെ തന്നെ വരും. ശരി, ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ശിവരാജ് സിംഗ് ചൗഹാനുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. ശ്രീ കമൽനാഥ് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എപ്പോൾ നോക്കിയാലും കരയുമായിരുന്നു. എന്താ ചെയ്യാ, എൻ്റെ കയ്യിൽ കാശില്ല, ഞാൻ എന്താ ചെയ്യാ, എൻ്റെ അമ്മാവൻ ഖജനാവ് കാലിയാക്കി, അദ്ദേഹം ഔറംഗസേബായി മാറി എന്നൊക്കെ പറയുമായിരുന്നു. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം ധാരാളം സൗജന്യങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ശിവരാജ് സാർ, താങ്കളുടെ സ്പീച്ച് എല്ലാം കേട്ടതിന് ശേഷം എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് താങ്കൾ നിറയെ സൗജന്യങ്ങൾ നൽകുകയാണ്. താങ്കളുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാം. താങ്കൾ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി കൃഷിക്കാർക്ക് 6000 കൊടുക്കുന്നുണ്ട്, ഞാനും 6000 രൂപ തരാമെന്ന്. ഗ്രാമത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകാമെന്ന്. ടോപ്പറാണെങ്കിൽ അവർക്ക് സ്കൂട്ടി നൽകുമെന്ന്. അതിലെന്താ പ്രശ്നമുള്ളത്? നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ജനങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതോടൊപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം. പ്രത്യേകിച്ച് സഹോദരി സഹോദരന്മാർ, അല്ലെങ്കിൽ ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, ഇവർക്കൊക്കെ ഞാൻ സ്കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കൊരു തരത്തിൽ സപ്പോർട്ട് തന്നെയാണ്. ഒരാൺകുട്ടിയോ പെൺകുട്ടിയോ അവരുടെ സ്കൂളിൽ നിന്ന് നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ അവർക്ക് ഞാൻ സ്കൂട്ടി കൊടുക്കും. അതിലൂടെ കുട്ടികളിപ്പോൾ പഠിക്കാൻ തുടങ്ങി. സ്കൂട്ടിയാണ് അവരുടെ ലക്ഷ്യമെങ്കിലും ഞങ്ങൾ എന്താ തീരുമാനിച്ചതെന്നാൽ, ആരൊക്കെയാണോ 75% മാർക്ക് നേടുന്നത് അവർക്ക് ഞാൻ ലാപ്ടോപ്പ് നൽകുമെന്ന്. ലാപ്ടോപ്പ് പഠനത്തിന് സഹായകരമാണ്. പിന്നെ ഞങ്ങൾ വേറൊരു തീരുമാനം എടുത്തത്, ആരെങ്കിലും അതിദരിദ്രരാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ താമസിക്കാൻ സ്ഥലമില്ലായിരിക്കും, പക്ഷെ അവരുടെ കുടുംബം വളർന്നുകൊണ്ടേയിരിക്കും. കുട്ടികളും പേരക്കുട്ടികളും ഒക്കെ ആയിട്ട് കുടുംബം വളരും. ചെറിയ വീട്ടിൽ താമസിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഞാൻ അവർക്ക് ഫ്രീ ആയിട്ട് ഫ്ലാറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ ജനിച്ചതിന്റെ പേരിൽ ഈ അവകാശമെങ്കിലും അവർക്കുണ്ടായിരിക്കണം. താമസിക്കാൻ അവർക്കൊരു സ്ഥലം ഉണ്ടായിരിക്കണം. അത് തീർച്ചയായിട്ടും അവരുടെ സ്വന്തം സ്ഥലവുമായിരിക്കണം. അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് അത്രയും പേർക്ക് എങ്ങനെ സ്ഥലം കൊടുക്കാൻ പറ്റും? ഞങ്ങളുടെ കയ്യിൽ അത്രയ്ക്കും സ്ഥലം ഇല്ലെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും വാങ്ങിയിട്ടെങ്കിലും അവർക്ക് കൊടുക്കും. നിങ്ങൾ നോക്കൂ, ഈ ലോകത്ത് പാവങ്ങൾക്ക് പോലും അവകാശങ്ങളുണ്ട്. ഇവിടുത്തെ കാറ്റ്, ജലം, ഇവിടുത്തെ കാട്, മണ്ണ്, ഇതെല്ലാം പാവങ്ങളുടേതുമാണ്. അവർക്കും കൃത്യമായിട്ട് അവകാശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് അവരുടെ അവകാശങ്ങൾ നൽകാൻ നോക്കുന്നത്. ഇത് സാമൂഹിക നീതിയാണ്. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വെറും തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല ഇങ്ങനെയൊരു പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 2005 മുതൽ ഞങ്ങൾ വെവ്വേറെ പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് ഞാൻ സൈക്കിൾ നൽകിയിട്ടുണ്ട്. ആദ്യം വിദ്യാർത്ഥിനികൾക്ക് മാത്രം കൊടുത്തു. കാരണം ഗ്രാമങ്ങളിൽ കോൺഗ്രസിന്റെ സമയത്ത് വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ തീരെയില്ല. അവിടെ സ്കൂളുകളില്ല. ഉണ്ടായിരുന്നതെല്ലാം മരങ്ങൾക്ക് താഴെയായിരുന്നു. പിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകന് വെറും 500 രൂപയായിരുന്നു അവർ ശമ്പളം കൊടുത്തിരുന്നത്. ശ്രീ ദിഗ്വിജയ് സിംഗ് അദ്ദേഹം അത് കൊടുത്തിരുന്നു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സ്കൂൾ സന്ദർശിച്ചു. അപ്പം ഞാൻ മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്. അപ്പം ഞാനൊരു കുട്ടിയോട് ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു വിദ്യാചൽ എന്ന്. അപ്പം ഞാൻ അധ്യാപകനെ ഉടനെ വിളിപ്പിച്ചു. നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നത്? ഗംഗ ഹിമാലയത്തിൽ നിന്നാണ് വരുന്നത്, ഇവൻ എന്താ വിദ്യാചൽ എന്ന് പറയുന്നത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. 500 രൂപയ്ക്ക് ഇത്രയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതായിരുന്നു അന്നത്തെ അവസ്ഥ. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മുഖ്യമന്ത്രിയായത്. അങ്ങനെ ഹൈസ്കൂളുകളുടെയും ഹയർ സെക്കൻഡറി സ്കൂളുകളുടെയും എണ്ണം ഞാൻ വർദ്ധിപ്പിച്ചു. പിന്നെ പ്രധാനമായിട്ടും പെൺകുട്ടികളെ ആരും പഠിക്കാൻ അയക്കാറില്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, പെൺകുട്ടികൾ നടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് സൈക്കിൾ കൊടുക്കുന്നു, അവർ ഇനി മുതൽ സൈക്കിളിൽ സ്കൂളിൽ പോകണമെന്ന്. ഞാൻ അവർക്ക് സൈക്കിൾ കൊടുത്തു. അതിന്റെ പേരിൽ ആൺകുട്ടികൾക്ക് എന്നോട് ദേഷ്യമായെന്ന് തോന്നുന്നു. സാറേ, ഇതൊക്കെ അന്യായമാണ്, അവർ സൈക്കിളിൽ പോകുമ്പോൾ ഞങ്ങൾ നടന്നല്ലേ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവർക്കും സൈക്കിൾ കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ ആ യാത്ര നമ്മൾ സ്കൂട്ടിയിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ ദേഷ്യത്തിലാണെന്ന് കേട്ടു. കാരണം സഹോദരികൾക്ക് കൊടുത്തു, പെണ്ണിനും ചെറുക്കനും ഒക്കെ കൊടുത്തു, ഇനി ഇവര് മാത്രമേ ബാക്കിയുള്ളെന്നും. പ്രധാനമന്ത്രി നൽകുന്ന ഈ 6000 രൂപ അവർക്കാണല്ലോ കൊടുക്കുന്നത്. ഈ 6000ന്റെ കൂടെ ഒരു 1000 രൂപയും കൂടി കൂട്ടി ഞങ്ങൾ എല്ലാ മാസവും എല്ലാ കർഷകരുടെ അടുത്തും കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. ഇത് അവരുടെ ജീവിതത്തെ മാറ്റാനുള്ളൊരു ശ്രമമാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ തൊഴിലാളികൾക്കും
പാവങ്ങൾക്കും വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. അത് ഞാൻ ഉണ്ടാക്കിയതിൻ്റെ കാരണം ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടാണ്. ഞാൻ കുട്ടിക്കാലം മുതലേ ഇതൊക്കെ എൻ്റെ ഗ്രാമത്തിൽ കണ്ടു വളർന്നതാണ്. ആൺകുട്ടികൾ, പെൺകുട്ടികൾ രണ്ടുപേർക്കിടയിലും വ്യത്യാസങ്ങൾ നോക്കിയിരുന്നു. ആൺകുഞ്ഞ് ജനിച്ചാൽ അവർ ആഘോഷിക്കും, അവർ മധുരം കൊടുക്കും, അവരാ കുഞ്ഞിനെ വരവേൽക്കും, ആശംസകളൊക്കെ അറിയിക്കും. ഇനി അഥവാ പെണ്ണാണ് ജനിച്ചതെങ്കിൽ അമ്മയുടെ മുഖം അവിടെ വാടിപ്പോകും. പെൺകുഞ്ഞ് ജനിച്ചാൽ അതൊരു പ്രശ്നം പോലെയാണ്. അന്നത് കണ്ട് എൻ്റെ മനസ്സ് ശരിക്കും തകർന്നുപോയി. എന്നാണിവരൊക്കെ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ കാണുക എന്ന് ഞാൻ ആശങ്കപ്പെട്ടു. ഞാൻ ഗ്രാമത്തിൽ ആ ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ടവനാണ്. പുരുഷന്മാർ സ്ത്രീകളെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്ക് പറയും, ചില സമയത്ത് അടിക്കാറുമുണ്ട്. അന്ന് ആ അടിവാങ്ങിയ സ്ത്രീകളൊക്കെ മറ്റുള്ളവരുടെ വീടുകളിലേക്ക് പോയി രക്ഷിക്കണേ എന്ന് പറയുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് എന്നാണ് ആളുകൾ മനസ്സിലാക്കുക? പിന്നെ പെൺകുട്ടികളുടെ കഷ്ടപ്പാട് കണ്ട് ഞാൻ എന്താ വിചാരിക്കുന്നതെന്നാൽ, ശ്രീ രജത് സർ, എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ആശയം വന്നു. പെൺകുട്ടികളെ എത്ര കാലത്തേക്ക് പുറം ലോകത്തേക്ക് അയക്കാതെ ഇരിക്കുന്നുവോ അതുവരെ ഈ ഒരു ഭാരം അവർക്ക് മേലെ ഉണ്ടാവും. പെൺകുട്ടികളെ ഒരു വരമായിട്ട് കാണണം. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു... സർ, താങ്കൾക്ക് 18 വർഷം കഴിഞ്ഞാണോ പെൺകുട്ടികളെ കുറിച്ചുള്ള ഓർമ്മ വന്നത്? 18 വർഷമായി താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോഴാണ് താങ്കൾ അവരുടെ അക്കൗണ്ടിലേക്ക് 1000 രൂപ വെച്ച് ഇടാൻ തുടങ്ങി. അല്ലല്ല, ഞാനീ പറഞ്ഞ ഈ ഒരു പദ്ധതി 2006 തന്നെ തുടങ്ങിയതാണ്. ഞാൻ അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതായത് ഞാൻ മുഖ്യമന്ത്രി ആയ ഉടനെ ഞാൻ രൂപീകരിച്ച ആദ്യ പദ്ധതി, മധ്യപ്രദേശ് സംസ്ഥാനത്തിനകത്ത് പെൺകുട്ടികളെ ഒരു ഭാരമായി കാണാൻ ഞാൻ അനുവദിക്കില്ല. അവരെ ഒരു വരമായിട്ട് കാണുന്ന രീതിയിൽ ഞാൻ മാറ്റും. അവരെങ്ങനെയാണ് വരമായിട്ട് മാറുക? മധ്യപ്രദേശിൽ സെക്സ് റേഷ്യോ വളരെ വലിയൊരു പ്രശ്നമായി മാറിയിരുന്നു. 1000 ആൺകുട്ടികൾക്ക് 912 പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, പെൺകുട്ടികളെ മുന്നോട്ട് വരാൻ അനുവദിക്കുമെന്ന്. പെൺകുട്ടികളില്ലെങ്കിൽ ലോകം തന്നെ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ അവരെന്താ പറഞ്ഞ്, ഇവരെന്താ പെൺകുട്ടികളെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ചോദിച്ചു. വളർന്ന് വലുതായി അവരുടെ കല്യാണത്തിന് സ്ത്രീധനം ഞാൻ നൽകുമോ എന്നൊക്കെ അവരെന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് വെറും സംസാരം കൊണ്ട് കാര്യമില്ല എന്നാണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, പെൺകുട്ടികൾ ഇനിയൊരു ഭാരമാവില്ല എന്ന്. ഞാൻ നടപ്പിലാക്കിയ ആദ്യത്തെ പദ്ധതി മുഖ്യമന്ത്രിയുടെ കന്യാദാനം പദ്ധതി. അതിലൂടെ ഞങ്ങൾ തീരുമാനിച്ചു, ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം ഈ ഗവൺമെന്റ് നടത്തി കൊടുക്കും. അത് മാതാപിതാക്കൾക്ക് ഒരു ഭാരമായി മാറില്ല എന്ന്. പിന്നെ രണ്ടാമത്തെ പദ്ധതിയെപ്പറ്റി പറയാൻ എനിക്ക് അതിലേറെ അഭിമാനമുണ്ട്. ഞാൻ ലോഡ്ലി ലക്ഷ്മി പദ്ധതി രൂപീകരിച്ചു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മളുടെ ഗ്രാമത്തിലൊരു പെൺകുട്ടി ജനിച്ചാൽ അവൾ ലക്ഷ്മിയെ പോലെയാണെന്ന്. തുടക്കത്തിൽ എല്ലാവരും ഇതിനെ എതിർത്തു, ആരും നടക്കില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഞാനിത് നടത്തിയേ തീരൂ എന്ന് വാശി പിടിച്ചു. പെൺകുട്ടി ജനിച്ച ഉടനെ അവളുടെ പേരിൽ ഒരു നിശ്ചിത സംഖ്യ ഡെപ്പോസിറ്റ് ചെയ്യണം. പിന്നീട് ഒരു ഘട്ടത്തിൽ അവൾക്ക് 1 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു, പെൺകുട്ടി ജനിച്ചാൽ 30,000 രൂപ, അതായത് രണ്ടും പെൺകുട്ടികളാണെങ്കിൽ മാതാപിതാക്കളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ നിക്ഷേപിക്കുമെന്ന്. പിന്നെ അത് വിദ്യാഭ്യാസവുമായി കൂട്ടിയിണക്കി. പെൺകുട്ടികൾ 5ാം ക്ലാസ് ജയിച്ച് 6ാം ക്ലാസ്സിലേക്ക് പാസ്സായാൽ 2000 രൂപ, 8ാം ക്ലാസ്സിൽ നിന്ന് 9ാം ക്ലാസ്സിലേക്ക് പാസ്സായാൽ 4000 രൂപ, 11ാം ക്ലാസ്സിലേക്ക് പാസ്സായാൽ 6000 രൂപ, 12ാം ക്ലാസ്സിലേക്ക് പാസ്സായാലും 6000 രൂപ, കോളേജിലേക്ക് പോയാൽ 12500 രൂപ, പാസ് ഔട്ട് ആയാലും 12500 രൂപ. പിന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സീറ്റുകൾ പോലും ലോഡ്ലി ലക്ഷ്മി പെൺകുട്ടികൾക്ക് ഈസിയായി കിട്ടുന്ന രീതിയിലാക്കി മാറ്റി. ഇത് പറയാൻ എനിക്ക് നല്ല അഭിമാനമുണ്ട്. മധ്യപ്രദേശിനകത്ത് ഇന്ന് 46 ലക്ഷം ലോഡ്ലി ലക്ഷ്മി പെൺകുട്ടികളുണ്ട്. അതായത് 46 ലക്ഷം. ഇതിന്റെ ഇമ്പാക്ട് നിങ്ങൾ നല്ലപോലെ നോക്കിയാൽ 1000 ആൺകുട്ടികൾക്ക് 912 പെൺകുട്ടികൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 1000 ആൺകുട്ടികൾക്ക് 956 പെൺകുട്ടികൾ ജനിക്കുന്നുണ്ട്. പെൺകുട്ടികൾ ഭാരമല്ല, പെൺകുട്ടികൾ വരമായി മാറിയിരിക്കുകയാണ്. പിന്നെ 2006 സഹോദരിമാരുടെ കഷ്ടപ്പാടുകളും ദുഃഖവുമൊക്കെ കണ്ട് ഞങ്ങൾ ആദ്യത്തെ പദ്ധതി രൂപീകരിച്ചു. കാരണം ഞാൻ എൻ്റെ ഗ്രാമത്തിൽ ഇതൊക്കെ കണ്ടതാണ്. അധ്വാനിക്കുന്ന സ്ത്രീകൾക്ക് പ്രസവത്തിന് 2 ദിവസം മുന്നേ വരെ ജോലിയെടുക്കേണ്ടി വന്നിരുന്നു. അതിലെനിക്ക് അസ്വസ്ഥതയുണ്ടായിരുന്നു, അതെനിക്ക് വേദനയുണ്ടാക്കി. പിന്നെ പ്രസവത്തിന് ശേഷം ഒരാഴ്ച പോലും അവർക്ക് ലീവ് നൽകിയിരുന്നില്ല. കുഞ്ഞുങ്ങളെ വീടുകളിൽ തന്നെ നിർത്തിയിട്ട് പോകും, അതല്ലെങ്കിൽ വയൽ വരമ്പുകളിലെങ്ങാനും കിടത്തും. ദിവസം മുഴുവൻ അവർ അധ്വാനിക്കും. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ പോലും നൽകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അത് കണ്ട് ഞാൻ തീരുമാനിച്ചു, പ്രസവത്തിന് മുന്നേ ഇവിടുത്തെ സ്ത്രീകൾക്ക് 4000 രൂപ കൊടുക്കണമെന്ന്. കാരണം അവർക്ക് നല്ല പോഷകാഹാരം ലഭിക്കണം, അതിലൂടെ അവരുടെ ആരോഗ്യം നന്നാവണം. പിന്നെ അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ആരോഗ്യവും നന്നാവണം എന്നതുകൊണ്ട് പ്രസവത്തിന് ശേഷം 12000 രൂപ നൽകും. കാരണം കുറഞ്ഞത് 2 മാസമെങ്കിലും അവർക്ക് ലീവ് എടുക്കാൻ സാധിക്കണം. കുറഞ്ഞത് മാതൃവാത്സല്യത്തോടു കൂടി തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടുവാനെങ്കിലും അവർക്ക് സാധിക്കണം. പിന്നെ വിശ്രമിക്കാനുള്ള സമയവും അവർക്ക് ഒരുപാട് ലഭിക്കുന്നു. ഇതിവിടെ പറയാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് രജത് സർ. മധ്യപ്രദേശിൽ പെൺഭ്രൂണഹത്യ ഇന്ന് തീരെയില്ല. പക്ഷേ പണ്ട് കാലങ്ങളിൽ ആ ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. വയറ്റിലുള്ളത് പെൺകുട്ടിയാണെന്നറിഞ്ഞാൽ അവർ അതിനെ കൊല്ലുമായിരുന്നു. ആ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിക്കില്ല. പെൺകുട്ടികളെ എന്തിനു ജനിപ്പിക്കണമെന്നായിരുന്നു അവരുടെ ചിന്ത. ദൈവത്തിനൊരു വിവേചനവുമില്ല, മനുഷ്യനാണുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പദ്ധതി ഞങ്ങൾ ഉണ്ടാക്കിയത്. ലോഡ്ലി ലക്ഷ്മി മുതൽ ലോഡ്ലി സഹോദരിമാർ വരെ ഞങ്ങളുടെ പദ്ധതി നീളുന്നു. അത് മാത്രമല്ല, ഞാൻ വളരെ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, മധ്യപ്രദേശാണിത് തീരുമാനിച്ച ആദ്യത്തെ സംസ്ഥാനം. അതായത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ 50% റിസർവേഷൻ സ്ത്രീകൾക്ക് കൊടുക്കുമെന്നത്. കാരണം സ്ത്രീകൾ പൊതുവെ മത്സരിക്കാറില്ല. ഗൂക്കഡിട്ടുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കൂ, റൊട്ടി ഉണ്ടാക്കൂ, വേറൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ മധ്യപ്രദേശിൽ മാത്രമാണ്
സ്ത്രീകൾക്കും 50% റിസർവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ ആദ്യത്തെ സംസ്ഥാനം മധ്യപ്രദേശ് മാത്രമാണ്. ഒരുപാട് പേര് എതിർത്തിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിന്റെ പേരിൽ വരാവുന്ന പ്രശ്നങ്ങളെപ്പറ്റി മുന്നറിയിപ്പുണ്ടായിരുന്നു. എങ്ങനെ ഇത് വർക്കൗട്ട് ആവുമെന്നും അവരൊക്കെ ചോദിച്ചു. പക്ഷേ ഇവിടുത്തെ സ്ത്രീകളുടെ കഴിവിന് മേൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ സ്ത്രീകളുടെ കയ്യിൽ തോക്കുകൾ നൽകിയാൽ അവർ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ പിടിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. 30% റിസർവേഷൻ കൊടുത്തു. പിന്നീട് അത് 50% റിസർവേഷനാക്കി മാറ്റി. ടീച്ചേഴ്സ് പരീക്ഷയിൽ ഇന്ന് മധ്യപ്രദേശിന്റെ 4 ഭാഗത്തും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആൺകുട്ടികളോടൊപ്പം തന്നെ പെൺകുട്ടികളും മുന്നേറി പോവുകയാണ്. പിന്നെ ഒരു പദ്ധതി കൂടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ ആശയം എന്താണെന്നാൽ പെൺകുട്ടികളുടെ പേരിൽ, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യരാണ്, രണ്ടുപേർക്കും തുല്യ അവകാശങ്ങൾ ഉണ്ടാവണം, അവർക്ക് തുല്യ അധികാരമുണ്ടാവണം, തുല്യ പങ്കാളിത്തം ഉണ്ടാവണം. പക്ഷേ സ്വത്തുക്കൾ വാങ്ങുന്ന സമയത്ത് ആൺകുട്ടികളുടെ പേരിലാണ് പൊതുവെ വാങ്ങാറ്. വീട്, കട, കൃഷിഭൂമി എന്തു തന്നെ ആയാലും ആൺകുട്ടികളുടെ പേരിലായിരുന്നു വാങ്ങാറ്. അപ്പൊ ഞങ്ങൾ എന്ത് തീരുമാനിച്ചു എന്നാൽ പെൺകുട്ടികളുടെ പേരിൽ വാങ്ങിയാൽ സ്റ്റാമ്പ് ചാർജസ് വെറും 1% മാത്രമായിരിക്കുമെന്ന്. പക്ഷേ ആൺകുട്ടികളുടെ പേരിൽ വാങ്ങിയാൽ അത് കൂടുമെന്നും പറഞ്ഞു. ഇപ്പോ അതിന്റെ പരിണിതഫലം എന്താണെന്ന് ഞാൻ പറയാം രജത് സർ. മധ്യപ്രദേശിലുള്ള 45% സ്വത്തുക്കളും സ്ത്രീകളുടെ പേരിലാണ് വാങ്ങുന്നത്. ഭർത്താവ് തന്റെ ഭാര്യയോട് പറയുകയാണ്, നിന്റെ പേരിൽ വാങ്ങിയാൽ സ്റ്റാമ്പ് ചാർജ് കുറച്ച് കുറയുമല്ലോ എന്ന്, രജിസ്ട്രേഷന്റെ പണം കുറയുമല്ലോ എന്ന്. ഇത് സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു അധികാരമാണ്, നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന ഒന്നും തന്നെയല്ല. അതുകൊണ്ട് ഇതിനകത്ത് പദ്ധതികളിലെല്ലാം കൃത്യമായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ പോകുന്നെന്ന് താങ്കൾക്ക് എങ്ങനെ മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നു? DVT അത് നേരെ അവരുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു. അതിനിടയിൽ ആരും തന്നെ ഇല്ല. അതൊക്കെ കോൺഗ്രസിന്റെ കാലത്തേ ഉണ്ടായിരുന്നുള്ളൂ. സ്വർഗത്തിലുള്ള രാജീവ് സാർ പറയുമായിരുന്നു, ഞാൻ എന്താ ചെയ്യാ, 1000 രൂപ അയച്ചാൽ 15 പൈസ മാത്രമേ പോയി ചേരുന്നുള്ളൂ. എന്നാൽ ഇപ്പം ഞങ്ങൾക്ക് ആ അവസ്ഥയില്ല. മോദിജിയുടെ ലീഡർഷിപ്പിൽ ഞങ്ങൾക്ക് ഈ അവസ്ഥ മാറ്റാൻ സാധിച്ചിട്ടുണ്ട്. 1 രൂപയാണെങ്കിൽ 1 രൂപ അത് നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. അത് അവർക്ക് ഇഷ്ടാനുസരണം എടുത്ത് ഉപയോഗിക്കാനും പറ്റും. ശിവരാജ് സാർ, താങ്കളുടെ മരുമക്കൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായി 1000 രൂപ ചെല്ലുന്നുണ്ട്. ഇപ്പോൾ അത് 3000 ആക്കാൻ പോകുന്നെന്ന് കേട്ടു. പക്ഷേ പുരുഷന്മാർക്കൊന്നും കിട്ടുന്നില്ലല്ലോ. ഇത് 1000 രൂപ ലോഡ്ലി സഹോദരിമാരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. പിന്നെ ലോഡ്ലി ലക്ഷ്മി പദ്ധതിയുമുണ്ട്. പിന്നെ ഞങ്ങൾ ആൺകുട്ടികൾക്ക് ഒരു കുറവും ഇവിടെ വരുത്തുകയില്ല, അത് ഞങ്ങൾ ഉറപ്പുവരുന്നു. അവർക്കും ഞങ്ങൾ സൈക്കിൾ കൊടുക്കുന്നുണ്ട്, പുസ്തകങ്ങൾ കൊടുക്കുന്നുണ്ട്. മേധാവി വിദ്യാർത്ഥി പദ്ധതി ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മേധാവി വിദ്യാർത്ഥി പദ്ധതി. ഈ പദ്ധതി പ്രകാരം ഞങ്ങൾ തീരുമാനിച്ച കാര്യങ്ങൾ, ഇവിടുത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഏത് ജാതിയിൽ നിന്ന് വരുന്നവരാണെങ്കിലും ശരി, അവരൊക്കെ ഞാൻ ജാതിക്കും ഉപരിയായിട്ടാണ് കാണുന്നത്. കുട്ടികൾക്കിടയിൽ എന്ത് വ്യത്യാസമാണ് വേണ്ടത്? എല്ലാ കുട്ടികൾക്കും, അവർ ഏത് ജാതിയാണെങ്കിലും ശരി, അവർ നല്ല ബുദ്ധിയുള്ളവരാണെങ്കിൽ 12ാം ക്ലാസ്സിൽ അവർ 75% മാർക്ക് വാങ്ങിയാൽ അപ്പം ഞങ്ങൾ അവർക്ക് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സീറ്റ് 8 ലക്ഷം രൂപ ചെലവ് വരുന്നതാണെങ്കിലും ശരി, അത് ഞങ്ങൾ നോക്കും. അതിനി പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളാണെങ്കിലും ശരി, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളിൽ ഒരു വർഷത്തേക്ക് 8-10 ലക്ഷം രൂപ ചെലവാകും. പാവപ്പെട്ട കുട്ടികളെ കൊണ്ട് അത് അടയ്ക്കാൻ സാധിക്കില്ല. കർഷകരുടെ മക്കൾക്ക് അതിന് സാധിക്കില്ല. ഞാൻ അവരോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ ഫീസ് നിങ്ങളുടെ അച്ഛനും അമ്മയും അടയ്ക്കേണ്ട, പകരം അത് ഞാൻ അടയ്ക്കുമെന്ന് ഞാൻ അവർക്ക് വിശ്വാസം നൽകി ഞാനത് അടച്ചു. ഇപ്പൊ നോക്കൂ, നമ്മൾ പുരോഗതിയുടെ പാതയിലാണ്. പിന്നെ ഈ കുട്ടികളെ ഇനിയും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ ഞങ്ങൾ ഒരു പദ്ധതി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. പഠിക്കൂ, സമ്പാദിക്കൂ, അതാണ് ആ പദ്ധതി. എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ വായിൽ തോന്നുന്ന പോലെ വാഗ്ദാനങ്ങൾ നൽകും, ഞങ്ങൾ തൊഴിലില്ലായ്മ ഇല്ലാതാക്കുമെന്നൊക്കെ. ഒരു പക്ഷി തന്റെ കുഞ്ഞുങ്ങൾക്കൊരിക്കലും കൂട് നൽകുകയില്ല, അത് പറക്കാനുള്ള ചിറകെ നൽകുകയുള്ളൂ. കാരണം അതിന് ഒരുപാട് ദൂരം പറക്കാനുണ്ട്. ഈ തൊഴിലില്ലായ്മയാണ് കൂട്. അവിടെ അന്യായം നടക്കുന്നു. അനൗൺസ് ചെയ്തതിന് ശേഷം എത്ര ബാരിയേഴ്സ് ഉണ്ടാവുമെന്നാൽ അത് ജനങ്ങളിൽ എത്തിച്ചേരുന്നതിന്റെ നമ്പേഴ്സ് കുറവായിരിക്കും. പിന്നെ കുട്ടികൾ ഒരിക്കലും തൊഴിലില്ലായ്മ ആഗ്രഹിക്കുന്നവരല്ല. ഞങ്ങൾ എന്താ തീരുമാനിച്ചതെന്നാൽ മധ്യപ്രദേശിലുള്ള കുട്ടികൾക്ക് ജോലി പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ്. അതായത് അവരെ സ്കിൽഡ് ആക്കി മാറ്റണം. അവർ വിവിധ കമ്പനികളിൽ നിന്നായിട്ട് ജോലി പഠിച്ചെടുക്കും. പിന്നെ അവർ ജോലി പഠിച്ചതിന് ശേഷം മാസത്തിൽ 8000 മുതൽ 10,000 വരെ ശമ്പളവും കൊടുക്കും. അതായത് അവർ ജോലി മുഴുവനായിട്ട് പഠിച്ചതിന് ശേഷം പിന്നെ അവർക്ക് പെർമനന്റ് ആയിട്ട് ജോലി കിട്ടും. 1 ലക്ഷം സർക്കാർ ജോലികൾ നൽകാനുള്ള പദ്ധതികളും ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. പിന്നെ അത് ഈ വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ നിറവേറ്റും. പിന്നെ വർഷാവർഷം സെൽഫ് എംപ്ലോയ്മെന്റിന് വേണ്ടി ലോൺ, പിന്നെ ഇൻട്രസ്റ്റ് സബ്സിഡി, ഇതൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനൊക്കെ ഗ്യാരണ്ടി ആയിട്ട് ഞാനും ഉണ്ട്. ഇതൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ആൺകുട്ടികൾക്ക് ഇവിടെ വിവേചനമൊന്നും നേരിടുന്നില്ല. അവരും എനിക്ക് ജീവന് തുല്യമാണ്. അവരെ ഞാൻ ഒരുപോലെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന് താങ്കൾ വലിയ അന്യായമാണ് ചെയ്യുന്നത്. കാരണം കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ ഗ്യാരണ്ടി നൽകി, പക്ഷേ ഞങ്ങളുടെ ഐഡിയ അവർ കോപ്പി അടിച്ചെന്നു. ഞങ്ങൾ സ്ത്രീകൾക്ക് മാസം 1500 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം 1000 വെച്ച് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവര് ഗ്യാസ് സിലിണ്ടർ 500 രൂപയ്ക്ക് കൊടുക്കുമെന്ന് പറയുന്നതിനുള്ളിൽ താങ്കൾ 450 രൂപയ്ക്ക് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് 2017 1000 രൂപ ഈ സ്കീം തുടങ്ങിയ വർഷമാണ് ഞാൻ പറയുന്നത്. 2017 മധ്യപ്രദേശിൽ 3 പിന്നോക്കം നിൽക്കുന്ന ജാതികൾ ഉണ്ടായിരുന്നു: ബേഗ, ഭാര്യ, പിന്നെ സഹറിയ.
അവിടെ കുട്ടികൾക്ക് പോഷകാഹാരം തീരെ കിട്ടാറില്ലായിരുന്നു. എനിക്കപ്പോൾ തോന്നിയത് ആ കുടുംബങ്ങളെ നമ്മൾ പുരോഗതിയിലേക്ക് എത്തിക്കണമെങ്കിൽ കുടുംബനാഥയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 രൂപ ഇടണമെന്ന്. കാരണം സഹോദരിമാരോ അല്ലെങ്കിൽ സ്ത്രീകളോ കാശൊരിക്കലും ദുരുപയോഗം ചെയ്യുകയില്ല. ആ കാശ് കിട്ടിയാൽ അവർ അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് ഞങ്ങൾ 1000 രൂപ ഇട്ടുകൊടുക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഇമ്പാക്റ്റ് അസസ്മെന്റ് നടത്തിയപ്പോൾ ഇതറിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വലിയ വർധനവുണ്ടായി. അമ്മമാർക്ക് കിട്ടിയ 1000 രൂപ കൊണ്ട് അവർ കുഞ്ഞുങ്ങൾക്കായി പാല് വാങ്ങിക്കൊടുത്തു, പിന്നെ പഴം വാങ്ങിക്കൊടുത്തു, പരിപ്പ് വാങ്ങിക്കൊടുത്തു, അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുത്തു. അങ്ങനെ കുഞ്ഞുങ്ങളുടെ വളർച്ച വർദ്ധിച്ചു, അവരുടെ ധൈര്യവും വർദ്ധിച്ചു. പിന്നെ എനിക്ക് എന്താ തോന്നിയതെന്നാൽ പാവപ്പെട്ട എല്ലാ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്കും 1000 രൂപ ഇടണമെന്ന്. അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെയ്തതല്ല. ഞങ്ങൾ 1000 രൂപയ്ക്ക് മുന്നേ, അതായത് എല്ലാവർക്കും കൊടുക്കുന്നതിന് മുന്നേയും ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഇത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളത് പിന്നീട് എക്സ്പാൻഡ് ചെയ്തു. പാവപ്പെട്ട സ്ത്രീകൾ, മിഡിൽ ക്ലാസ് സ്ത്രീകൾ എല്ലാവരിലേക്കും ഞങ്ങളത് എത്തിച്ചു. അത് വിജയകരമായി തന്നെ ചെയ്തു. എനിക്ക് ഈ കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അതായത് ചില തവണ ഇതോർത്ത് ഞാൻ വളരെ സന്തോഷിക്കാറുണ്ട്. ഒരു 3 ദിവസം മുന്നേ ഞാനൊരു ജബോ വാക്കിന് പോയിരുന്നു. ആ ഫോട്ടോകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ത്രീകൾ എന്നെ നല്ല രീതിയിലാണ് വരവേറ്റത്. എന്നെ അവർ സ്നേഹത്തോടെ ചേട്ടാ എന്ന് വിളിക്കും. ഞാൻ വണ്ടി നിർത്തും, അവരെൻ്റെ അടുത്തേക്ക് വരും, എന്നെ ചേർത്ത് നിർത്തും, എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. വലിയവരുടെ കാലിൽ ഞാൻ വീഴും, ചെറിയവർ എൻ്റെ കാലിൽ വീഴും. പിന്നെ അവർ എന്നോട് പറയും, ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് നിങ്ങൾ തന്ന കാശുകൊണ്ടാണ് എന്ന്. അവർ പച്ചക്കറികളൊക്കെ വാങ്ങി സഞ്ചിയിലിട്ടുകൊണ്ട് അവർ അത് വീണ്ടും കൃഷി ചെയ്യും. അങ്ങനെയൊക്കെയാണ് കുടുംബം കഴിഞ്ഞു പോകുന്നത്. പിന്നെ അവർ ദിവസവും 100-150 രൂപ വരെ സമ്പാദിക്കുന്നുണ്ട് എന്നും പറയും. ചിലരൊക്കെ തയ്യൽ ജോലി ചെയ്യുന്നുണ്ട്. അവർ പഴയ മെഷീനൊക്കെ വാങ്ങിയതായിട്ട് എന്നോട് പറഞ്ഞു. നമ്മുടെ സ്ത്രീകൾ ആ കാശുകൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടി ഒരടി മുന്നോട്ടെടുത്തു വെച്ചു. അവരുടെ ജീവിത രീതികൾ തന്നെ മാറി. ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതേ അല്ല, എന്റെ സഹോദരിമാരുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള എന്റെ ശ്രമങ്ങളാണ്, പിന്നെ എന്റെ തീരുമാനങ്ങളും കൂടിയാണ്. അവരുടെ മുഖത്ത് ഞാൻ എപ്പോഴും സന്തോഷം നിലനിർത്തും. അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വീഴാൻ ഞാൻ അനുവദിക്കില്ല. സ്ത്രീകൾക്ക് അധികാരം, അതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ മിഷൻ തന്നെ. 2022 ജൂലൈ 14 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്താണ് പറഞ്ഞെന്ന് വെച്ചാ, ഇപ്പോഴൊക്കെ നമ്മുടെ രാജ്യത്ത് സൗജന്യങ്ങൾ നൽകി എല്ലാവരും വോട്ട് നേടാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണെന്ന്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കൾച്ചറിലുള്ളവർക്ക് എക്സ്പ്രസ് വേകൾ നിർമ്മിക്കാൻ സാധിക്കില്ല, എയർപോർട്ടുകൾ നിർമ്മിക്കാൻ സാധിക്കില്ല, ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാൻ സാധിക്കില്ല, ഇവർക്കെല്ലാം വെറും വോട്ട് മാത്രമേ ആവശ്യമുള്ളൂ. അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ്. യഥാർത്ഥത്തിൽ അത് ആരാണോ സൗജന്യമായിട്ട് കൊടുക്കുന്നത് അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. രജത് സാർ, നിങ്ങൾ ഒന്ന് മധ്യപ്രദേശിലേക്ക് പോയി നോക്കൂ. ഞങ്ങൾ ഹൈവേകൾ നിർമ്മിക്കുന്നുണ്ട്, എക്സ്പ്രസ് വേകൾ നിർമ്മിക്കുന്നുണ്ട്. ഒരു കാലത്ത് മധ്യപ്രദേശ് എങ്ങനെയായിരുന്നു? 2003 മധ്യപ്രദേശിൽ മോശം അവസ്ഥയിലുള്ള 60,000 കിലോമീറ്റർ റോഡുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. റോഡിൽ കുഴിയാണോ അതല്ല കുഴിയിൽ റോഡാണോ ഉള്ളതെന്ന് മനസ്സിലാകാത്ത അവസ്ഥയായിരുന്നു. ആരെങ്കിലും മധ്യപ്രദേശിലേക്ക് വന്നാൽ അപ്പൊ തന്നെ വണ്ടി കുലുങ്ങാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് മനസ്സിലാകും അത് മധ്യപ്രദേശ് ആണെന്ന്. ശ്രീ ദിഗ്വിജയ് സിംഗ് മധ്യപ്രദേശിന്റെ അവസ്ഥ വളരെ മോശമാക്കി കളഞ്ഞു. എന്നാൽ ഇന്ന് ഞങ്ങൾ മധ്യപ്രദേശിൽ 5 ലക്ഷം കിലോമീറ്റർ റോഡുകൾ വളരെ മനോഹരമായി നിർമ്മിച്ചു കഴിഞ്ഞു. ആ അഭിമാനം ഞങ്ങൾക്കുള്ളത് തന്നെയാണ്. അടൽ എക്സ്പ്രസ് വേ, നർമ്മദ എക്സ്പ്രസ് വേ, ബിൻഡ് എക്സ്പ്രസ് വേ, ബുണ്ടേൽഖണ്ഡ് എക്സ്പ്രസ് വേ ഞങ്ങൾ മധ്യപ്രദേശിനെ മുഴുവനായിട്ടും മാറ്റി. പിന്നെ വെറും റോഡുകൾ മാത്രമല്ല, മധ്യപ്രദേശിൽ കറണ്ട് വരുന്നത് കുറവായിരുന്നു, പോകുന്നതായിരുന്നു ഒരു കാലത്ത് അധികം. കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഒരു ദിവസം 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ആയിരുന്നു കറണ്ട് ഉണ്ടാവാറ്. പിന്നെ വൈദ്യുതിയുടെ ഉൽപാദനം വെറും 5000 മെഗാവാട്ട് മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ 29,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളുടെ വീടുകളിൽ 24 മണിക്കൂറും വൈദ്യുതി ഉറപ്പുവരുത്തി അവരുടെ ജീവിതം പ്രകാശപൂരിതമാക്കുന്നു. ഞങ്ങൾ പുതിയ പവർ പ്ലാന്റുകൾ ഉണ്ടാക്കി. ശിവരാജ് സാർ, താങ്കൾ തീർച്ചയായും വൈദ്യുതി നൽകുന്നുണ്ട്. താങ്കൾ 100 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആണെന്ന് പറയുന്നു, 200-ന് പകുതി എമൗണ്ട്, എല്ലാം സൗജന്യമാണെന്ന്. അല്ലല്ല, അത് കോൺഗ്രസ് ആണ് പറയുക. ഞങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ പാവങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ചേ വാങ്ങുന്നുള്ളൂ. മധ്യപ്രദേശിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരിക്കൽ പോലും കുറഞ്ഞിട്ടില്ല. റവന്യൂ സർപ്ലസ് ബജറ്റ് എപ്പോഴും ഞങ്ങളുടേതാണ്. റോഡാവട്ടെ, വൈദ്യുതി ആവട്ടെ, ജലമാവട്ടെ. അന്ന് 5 മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 30 മെഡിക്കൽ കോളേജുകളുണ്ട്. ഗവൺമെന്റ് സ്കൂളിന്റെ ബിൽഡിംഗുകൾ വളരെ ആധുനികമായ രീതിയിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അത് ഓരോ ബിൽഡിംഗിനും 38 മുതൽ 40 കോടി വരെ മുടക്കുന്നുണ്ട്. പ്രൈവറ്റ് സ്കൂളുകളേക്കാൾ മികച്ചതാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഗ്ലോബൽ സ്കൂൾ, പിന്നെ പാർക്കുകളൊക്കെ പോലെ എല്ലാം തന്നെ ഉണ്ടാക്കി സ്കിൽസ് കൂട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. സിംഗപ്പൂരുമായിട്ടുള്ള കൊളാബറേഷനിൽ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നിർമ്മിക്കുന്നുണ്ട്. പല രീതിയിലുള്ള കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകൾ, ഇൻഫ്രയുടെ വല തന്നെ വിരിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ മധ്യപ്രദേശിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കൂ. കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ, അതായത് 2002-2003 വരെ മധ്യപ്രദേശിന്റെ പെർ ക്യാപിറ്റ ഇൻകം വെറും 11,000 രൂപ മാത്രമായിരുന്നു. എന്നാൽ ഇന്നത് 1,40,000 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിന്റെ ആകെ മൊത്തമുള്ള സമ്പത്ത് എന്ന് പറയുന്നത് 71,000 കോടിയായിരുന്നു. എന്നാൽ ഇന്നത് ഏകദേശം 15 ലക്ഷം കോടിയുടെ അടുത്ത് വരെ വർദ്ധിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിൽ പയർവർഗ്ഗങ്ങൾ, പിന്നെ നെല്ല് എന്നിവയുടെ ഉൽപാദനം വെറും 100 കോടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത് ഏകദേശം 650 കോടി വരെ കൂടിയിട്ടുണ്ട്. മധ്യപ്രദേശ് ഗോതമ്പ് എക്സ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സംസ്ഥാനമായി മാറിയിട്ടുണ്ട്.
അഗ്രികൾച്ചർ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കാലത്ത് അത് മൈനസ് റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർച്ചയായി 1.5 ദശാബ്ദങ്ങൾ എടുത്ത് മധ്യപ്രദേശിൽ 18% ഓഫ് ഗ്രോത്ത് റേറ്റ് ഞങ്ങൾ നേടിയെടുത്തു. അത് നമ്മുടെ രാജ്യത്തെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ ഒരു വലിയ റെക്കോർഡാണ്. തുടർച്ചയായി ഇത്തരമൊരു വളർച്ച ഒരിക്കലും ഉണ്ടായിട്ടില്ല. ജലസുരക്ഷാ ബോർഡ്, കോൺഗ്രസ്, നവാബ്, രാജാക്കന്മാർ, ഇംഗ്ലീഷുകാര്, പിന്നെ സ്വാതന്ത്ര്യത്തിന് മുന്നേ മൊത്തം 7.5 ലക്ഷം ഏക്കറായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾ ഇന്ന് 42 ലക്ഷം ഹെക്ടറാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ 65 ലക്ഷമാക്കി മാറ്റാൻ പോവുകയാണ്. ഇന്ന് ജലസേചനം വളരെ വലിയ രീതിയിൽ തന്നെ വികസിച്ചു, അതായത് ത്വരിതഗതിയിൽ തന്നെ വികസിച്ചു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതിയും മെച്ചപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തിന്റെ GSTയിൽ മധ്യപ്രദേശിന്റെ പങ്ക് വെറും 3% മാത്രമായിരുന്നു. താങ്കൾ ഇക്കാര്യം പറയൂ. എന്നാൽ ഇന്ന് അത് 4.8% ആയിട്ടുണ്ട്. ഞങ്ങൾ വളരെ വേഗത്തിൽ അത് വർദ്ധിപ്പിച്ചു. ഒരു കാലത്ത് 21,000 കോടി രൂപയുടെ ബഡ്ജറ്റ് ആയിരുന്നു. എന്നാൽ ഇന്ന് 3,14,000 കോടി ഞങ്ങൾ വിതരണം ചെയ്തു. ശിവരാജ് സാർ, ഇലക്ഷന്റെ മൊത്തം ക്യാമ്പയിൻ ഇവിടെ അങ്ങ് തീർക്കും. ഞാനിതൊക്കെ അതിനുവേണ്ടി പറഞ്ഞതല്ല. ഇതൊന്നും തന്നെ ഫ്രീബീസ് അല്ല, ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഉത്തരം നൽകും. ഞാൻ താങ്കൾക്ക് ഫിഗേഴ്സ് നൽകാം. താങ്കൾ സ്ത്രീകൾക്ക് മാസം 1000 രൂപ നൽകുകയാണെങ്കിൽ അതിന്റെ ചെലവ് 18,000 കോടി രൂപയാണ്. മാസം 3,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് പോയാൽ 54,000 കോടി രൂപ ചെലവാകും. ഇത്രയും പണത്തിന് എവിടെ പോകും? നോക്കൂ, ഞങ്ങളുടെ ഇപ്പോഴത്തെ ബഡ്ജറ്റ് 3,24,000 കോടിയാണ്. പിന്നെ ഞങ്ങൾ ഇത് ശരിയാക്കാൻ വേണ്ടി ഇനിയും റിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5,000 കോടിയായിട്ട് ബഡ്ജറ്റ് കൂടിയാൽ ഞങ്ങൾക്ക് 5,000 കോടി അതുപോലെ തിരിച്ചും വരുന്നുണ്ട്. അടുത്ത വർഷത്തെ ഞങ്ങളുടെ ബഡ്ജറ്റ് ഇതിനേക്കാളും കുറഞ്ഞത് 25% എങ്കിലും അധികമായിരിക്കും. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞു 5 ട്രില്യൺ എക്കണോമി ആയിട്ട് നമ്മുടെ രാജ്യത്തെ മാറ്റുമെന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് 580 മില്യൺ എക്കണോമി ആയിട്ട് ഞങ്ങളുടെ സംസ്ഥാനത്തെ മാറ്റുമെന്നാണ്. അതായത് ഇത്രയും കൂടിയ വേഗത്തിലാണ് നമ്മളുടെ സാമ്പത്തികം വളരുന്നത് എന്ന്. നമ്മളുടെ ബഡ്ജറ്റും ഓരോ വർഷവും തുടർച്ചയായി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. വരവും നമുക്ക് കൂടും, കാരണം സാമ്പത്തിക മേഖല വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന്റെ സബ്മിറ്റ് നടക്കുന്നുണ്ട്. ആ സബ്മിറ്റിൽ ഞങ്ങൾ 15,42,550 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. അത് വളരെ വേഗത്തിൽ തന്നെ നടപ്പിലാക്കാനും ഞങ്ങൾ ശ്രമിക്കുകയാണ്. ഞങ്ങൾക്കിപ്പോൾ IT കമ്പനികൾ വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികൾ വരുന്നുണ്ട്, ഞങ്ങൾക്കിപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളും വരുന്നുണ്ട്. എല്ലാ വികസനവും വളരെ വേഗത്തിലാണ് നടക്കുന്നത്. നമ്മൾ എന്നും പാവങ്ങളായിരിക്കില്ല, ആ കാലമൊക്കെ മാറി. നമ്മളുടെ രാജ്യം ഒരു അണ്ടർ ഡെവലപ്ഡ് രാജ്യമാണെന്ന് പറഞ്ഞത് കോൺഗ്രസ് കാലത്താണ്. എന്നാൽ ഇന്ന് നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആയിട്ട് വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് നിക്ഷേപങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മധ്യപ്രദേശിൽ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ആ കുഞ്ഞ് ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ എല്ലാ ചെലവുകളും ഗവൺമെന്റ് ഏറ്റെടുക്കും. അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യകാര്യങ്ങളും അവരുടെ ആഹാരത്തിന്റെ കാര്യം വരെ ഗവൺമെന്റ്. നിങ്ങളൊന്ന് നേരിട്ട് പോയിട്ട് പാവപ്പെട്ട വീട്ടിലെയും മിഡിൽ ക്ലാസ് വീടുകളിലെയും കുട്ടികളെ കാണൂ. ഇത് ഭരണകൂടത്തിന്റെ പ്രധാന കടമയാണ്. അതായത് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കുക എന്നത്. ആരുടെയെങ്കിലും കയ്യിൽ കാശില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസവും കിട്ടാതാവുന്നു. പഴയ കാലത്ത് ഇന്ത്യയിൽ ഫ്രീ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ പിന്നെ സുധാമൻ രണ്ടുപേരും സാന്ദീപനി മുനിയുടെ ആശ്രമത്തിലായിരുന്നു പോയത്. അദ്ദേഹം ഒരിക്കലും ഫീസ് വാങ്ങുകയില്ലായിരുന്നു. വിദ്യാഭ്യാസത്തിനുള്ള ചെലവ് എല്ലാ കാലത്തും ഈ സമൂഹം വഹിക്കുമായിരുന്നു, അതായത് പാവങ്ങൾക്ക്. ഞാൻ 8 ലക്ഷം രൂപ പറഞ്ഞു. അതായത് 8 ലക്ഷം രൂപ വരെ ആനുകൂല്യങ്ങൾ നൽകേണ്ടത് ഞങ്ങളുടെ കടമയാണ്. നമ്മളുടെ കുട്ടികളുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമുക്ക് അവരെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്താ ചിന്തിക്കുക? എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മയുടെയും കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാനും എന്റെ കുടുംബവും മുന്നേറുമായിരുന്നു എന്ന്. ഒരു കുട്ടിയുടെയും സ്വപ്നത്തെ ഇല്ലാതാക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. നോക്കൂ, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കമൽനാഥ് സാർ ഇപ്പോഴൊക്കെ പറയുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ പാക്കറ്റിൽ തേങ്ങ വെച്ചുകൊണ്ട് നടക്കുകയാണെന്ന്. അതായത് പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഓരോ ഉദ്ഘാടനം നടത്തുന്നു. നോക്കൂ, ആരാണോ വിതയ്ക്കുന്നത് അവർ തന്നെ കൊയ്യും. ഞങ്ങൾ വെറും തറക്കല്ല് മാത്രമല്ല ഇടുന്നത്, അതിനുശേഷമുള്ള പണികളും ഞങ്ങൾ നോക്കുന്നുണ്ട്. ധീരന്മാർ മാത്രമേ എല്ലാം അറിയിക്കുകയുള്ളൂ, ഭീരുക്കളൊന്നും അറിയിക്കുകയില്ല എന്ന് പറയാറുണ്ട്. ഞങ്ങൾ അറിയിക്കുകയും ചെയ്യും, അതെല്ലാം നിറവേറ്റി കാണിക്കുകയും ചെയ്യും. ശ്രീ കമൽനാഥ് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എപ്പോഴും കരയുമായിരുന്നു. ഞാൻ എന്താ ചെയ്യുക, എന്റെ കയ്യിൽ കാശില്ല, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ്. എന്റെ അമ്മാവൻ ഖജനാവ് കാലിയാക്കി, ഈ അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും എന്റെ കയ്യിൽ കാശില്ല എന്ന് പറയില്ല. എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട്. വികസന കാര്യങ്ങൾക്കും ഒരു കുറവുമില്ല, ജനക്ഷേമത്തിനും ഒരു കുറവുമില്ല. താങ്കൾ വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ശിവരാജ് സിംഗ് ചൗഹാനോടുള്ള ചോദ്യങ്ങൾ തുടരുന്നതായിരിക്കും. എല്ലാവരും ശ്രമിച്ചു, അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, BJPയിലുള്ളവരെയൊക്കെ തളർത്തി കളയാൻ വേണ്ടി. അപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി അല്ലെങ്കിലും ടൈഗർ എന്നും ജീവനോടെ ഉണ്ട് എന്ന്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിന്റെ പ്രശസ്തനായ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനോടാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം ഇദ്ദേഹം എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ്.
ശിവരാജ് സാർ, വർഷങ്ങളായിട്ട് ഞാൻ കാണുന്നുണ്ട് താങ്കളുടെ സംസാരമൊക്കെ വളരെ നല്ലതാണ്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി എളിമയോടാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോഴൊക്കെ താങ്കളുടെ സംസാരത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 10 അടി കുഴിയിലേക്ക് ഇറക്കി വെക്കും. നിങ്ങളുടെ വീട് ഇടിച്ച് അവിടെ ഒരു മൈതാനം ഉണ്ടാക്കുമെന്ന് പറയുന്നു. താങ്കൾ ക്രഷ് ചെയ്യുമെന്നും പറയുന്നു, ചവിട്ടി അരയ്ക്കുമെന്നും പറയുന്നു. ആരെ? നോക്കൂ, ഞാൻ മുഖ്യമന്ത്രിയായത് ഈ അടുത്തല്ല. ഞാൻ 2005 മുതൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ സമയത്ത് മധ്യപ്രദേശിന്റെ വടക്കുഭാഗത്തെ കൊള്ളക്കാരുടെ സങ്കേതമെന്നാണ് പൊതുവെ പറയാറ്. പല കൊള്ളക്കാരുടെയും കഥകൾ പിന്നീട് സിനിമകളൊക്കെയായി മാറിയിട്ടുണ്ട്. പിന്നെ ഡാക്കു മൽക്കാൻ സിംഗ്, പാങ് സിംഗ്, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അവരെയൊക്കെ ലൈനിൽ നിർത്തി അവരെയൊക്കെ കൊന്നു തള്ളുമായിരുന്നു. കോൺഗ്രസിന്റെ ഭരണകാലത്ത് 14 പേരായിട്ട് നിർത്തിയിട്ട് അവരെയൊക്കെ കൊല്ലുമായിരുന്നു. വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് അവർ അവരുടെ വീട്ടിൽ നിന്ന് പുറത്തു വരിക. കൊള്ളക്കാരെപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു വരും, എപ്പോൾ കൊള്ളയടിക്കുമെന്നൊന്നും നമുക്കറിയില്ല. ഞാൻ മുഖ്യമന്ത്രി ആയ ഉടനെ ഗ്വാളിയാറിലൊരു മീറ്റിംഗ് നടത്തി. DGP പിന്നെ മറ്റു പോലീസ് ഓഫീസർ എല്ലാവരോടും പറഞ്ഞു, മധ്യപ്രദേശിൽ ഒന്നുകിൽ കൊള്ളക്കാരുണ്ടാവണം അല്ലെങ്കിൽ ശിവരാജ് ഉണ്ടാവണം, രണ്ടുപേരും ഒരുമിച്ച് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അവർക്കൊരു ടാസ്ക് കൊടുത്തു. പിന്നെ ആ പോലീസിനെ ഓർത്ത് എനിക്കിന്ന് അഭിമാനമുണ്ട്. 6 മാസം കൊണ്ട് എല്ലാ കൊള്ളക്കാരെയും ഞങ്ങൾ കൊന്നു തള്ളി. എന്നാൽ കോൺഗ്രസിന്റെ കാലത്ത് അവരെല്ലാവരും തന്നെ സുരക്ഷിതരായിരുന്നു. എല്ലാ കൊള്ളക്കാരെയും ഞങ്ങൾ കൊന്നു തീർത്തു. എന്നാൽ ഇന്ന് വരെ വീണ്ടും ഒരു കൊള്ളക്കാരനെ ആ ഭാഗങ്ങളിൽ നിന്ന് വളരാൻ അനുവദിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ അനുവദിക്കുകയുമില്ല. അത് ഞങ്ങൾ വേരോടെ ഇല്ലാതാക്കി. പിന്നൊരു കാര്യം, മധ്യപ്രദേശിൽ ഒരു കാലത്ത് ദിഗ്വിജയ് സിംഗിന്റെ ഭരണമായിരുന്നു. നക്സൽ സിറ്റിംഗ് മന്ത്രി മരണപ്പെട്ട നിക്കിറാം കാവേരി അദ്ദേഹത്തിന്റെ കഴുത്ത് വെട്ടി. നക്സലിസം അന്ന് വളരെ തീവ്രമായിരുന്നു. എന്നാൽ ഇന്ന് ഞങ്ങൾ നക്സലിസത്തെ പൂർണ്ണമായിട്ടും നിയന്ത്രണത്തിലാക്കി. ഞങ്ങൾ ഈ വർഷം പോലും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ച നക്സലേറ്റുകളെ കൊന്നിട്ടുണ്ട്. ഞങ്ങൾ അവരുടെ നെറ്റ്വർക്ക് തന്നെ മുഴുവനായിട്ടും ഇല്ലാതാക്കി. ദിഗ്വിജയ് അദ്ദേഹത്തിന്റെ കാലത്ത് എത്രയോ നക്സലേറ്റുകൾ ഉണ്ടായിരുന്നു. അവർ എത്രയോ വലിയ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരുന്നു. അവർ ആയുധങ്ങൾ ഉപയോഗിച്ചു, വെടിവെപ്പുകൾ നടത്തി. ഞങ്ങൾ ഇന്ന് ആ നെറ്റ്വർക്ക് തന്നെ ഇല്ലാതാക്കി. പിന്നെ സെമി ജനങ്ങളിൽ ജയിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചു. അവർക്ക് ഒരുപാട് ദൂരം ഓടാൻ കഴിഞ്ഞില്ല. അവരെയും എൻകൗണ്ടറിൽ കൊന്നു. ഞങ്ങൾ കുറ്റവാളികൾക്കെതിരായിട്ട് തുടക്കകാലം മുതലേ തന്നെ നടപടികൾ എടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് പോലും ആരെങ്കിലും മാഫിയകളാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഗുണ്ടകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റൗഡികളുണ്ടെങ്കിലും അവർ സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തിയാൽ ഞാൻ ഒരിക്കലും അവരെ വെറുതെ വിടാറില്ല. ഇനി അതുപോലെയുള്ള ആളുകളെ സമൂഹത്തിൽ വെച്ച് പൊറുപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. മധ്യപ്രദേശാണ് ഇത്തരത്തിലൊരു നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം. പാവപ്പെട്ട പെണ്ണുങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ നടത്തിയാൽ അവരെ ഞങ്ങൾ നേരിട്ട് തൂക്കിലേറ്റും. അങ്ങനെ ഒരു നിയമം ആദ്യമായിട്ടുണ്ടാക്കിയത് ഞങ്ങളാണ്. പിന്നെ അതുപോലെയുള്ള കുറ്റവാളികളെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് 10 അടിയുള്ളൊരു കുഴി കുഴിച്ച് അങ്ങനെ തന്നെ ജീവനോടെ കുഴിച്ചിടണം. ഇതിന്റെ അർത്ഥം അവർക്ക് കഠിനമായ ശിക്ഷകൾ തന്നെ കിട്ടും എന്നതാണ്. ഇതൊരു ഉദാഹരണമായിരിക്കണം. കുറ്റവാളികൾ കുറ്റം ചെയ്യാൻ എന്നും ഭയപ്പെടണം. കൊള്ളക്കാർക്ക്, ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക്, മറ്റു കുറ്റവാളികൾക്ക് എല്ലാവർക്കും എന്റെ ഭരണകൂടം വളരെ ക്രൂരമായ ഒന്നാണ്. സാധാരണക്കാർക്ക് അത് പൂക്കളെ പോലെ പവിത്രമായിരിക്കും. ഇതൊക്കെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഇപ്പോൾ താങ്കളെ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി, താങ്കൾ യോഗി ആദിത്യനാഥിനെ ഫോളോ ചെയ്യുകയാണ്. ഇപ്പോഴൊക്കെ ബുൾഡോസർ ഓടിക്കാൻ തുടങ്ങി. ബാബയുടെ ബുൾഡോസർ വരുമെന്ന് പറയുന്നു. ഇത് നോക്കൂ, ഞങ്ങൾ കഠിനമായ നടപടികൾ എപ്പോൾ മുതലാണ് എടുക്കാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ, അതായത് ഈ കാര്യം സത്യമാണ്, 23,000 ഏക്കർ സ്ഥലം, അതെ സത്യമാണ്, 23,000 ഏക്കർ സ്ഥലം. അവർ എങ്ങനെയുള്ളവരാണെന്നാൽ അവർ സ്വയമേവ ശക്തിയുള്ളവരാണ്, ഞങ്ങൾ മാഫിയകളാണ് എന്നൊക്കെ വിചാരിക്കുന്നു. ജനങ്ങൾ അവരെ പേടിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിയമവിരുദ്ധമായ പല കാര്യങ്ങളുമുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ബുൾഡോസർ അയച്ചുകൊണ്ട് തിരിച്ചെടുത്തു. ആ തിരിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. പാവങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നു. ഭോപ്പാലിൽ, ഗ്വാളിയാറിൽ, ഇൻഡോറിൽ എല്ലായിടത്തും സ്വരാജ് കോളനികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മാഫിയകളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ സ്ഥലം തിരിച്ചെടുത്തത്. കെട്ടിയ സ്വരാജ് കോളനിയിലേക്ക് ദിഗ്വിജയ് സിംഗും പോയിരുന്നു, കമൽനാഥ് സാറും പോയിരുന്നു. ദിഗ്വിജയ് സിംഗിനെ കരച്ചിലടക്കാൻ പറ്റില്ല. താങ്കൾ ബുൾഡോസർ വെച്ച് പാവങ്ങളുടെ മേൽ കയറ്റുകയാണെന്ന് പറഞ്ഞു. മാഫിയ ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളായിരിക്കാം. അതിന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു സാധാരണക്കാരന്റെ സ്ഥലത്തും ബുൾഡോസർ പോയിട്ടില്ല. ആരാണോ അവിടെ പോയത് അവർ വെറുതെ കണ്ണീരൊഴുക്കാൻ വേണ്ടി മാത്രം പോയതാണ്. കാരണം അവിടെ അവരുടെ വർക്കേഴ്സ് ഉണ്ടാവും. പഴയകാലത്ത് തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തത് അവരായിരുന്നിരിക്കാം. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്റെ സംസ്ഥാനത്ത് ഇത്തരം തെറ്റ് ചെയ്യുന്നവരെ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. പിന്നെ താങ്കൾ ടൈഗർ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ 1.5 വർഷം മുഖ്യമന്ത്രി അല്ലാതിരുന്നപ്പോഴാണ് പറഞ്ഞത്. നിങ്ങൾക്കറിയില്ലേ, എല്ലാവരും ശ്രമിച്ചു, അതായത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി, BJPയിലുള്ളവരെയൊക്കെ തളർത്തി കളയാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി അല്ലെങ്കിലും ടൈഗർ എന്നും ജീവനോടെ ഉണ്ട് എന്ന്. താങ്കളെക്കുറിച്ച് പ്രതിപക്ഷത്തുള്ളവർ എന്താണ് പറയുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രിയങ്ക ഗാന്ധി മധ്യപ്രദേശിൽ പോയിരുന്നു. അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ 220 മാസം റൂൾ ചെയ്തതിന് ശേഷം
ശിവരാജ് സിംഗ് ചൗഹാൻ 225 അഴിമതികൾ നടത്തിയിരിക്കുകയാണെന്ന്. നമ്പറൊക്കെ കൊള്ളാലോ, 220 പിന്നെ 225. അഴിമതി നടത്തിയോ ഇല്ലയോ? അവർക്ക് എത്ര അഴിമതികൾ ഓർമ്മയിൽ വരുന്നുവോ, ഈ അഴിമതി, ആ അഴിമതി, ഭക്ഷണത്തിൽ അഴിമതി, ജലത്തിൽ അഴിമതി, അകത്ത് പോയാൽ അഴിമതി, ഇനി പുറത്തു വന്നാൽ അതും അഴിമതി. ജേർണലിസ്റ്റ് ഏതാ അഴിമതി എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ തന്നെ വായിച്ചു നോക്കിക്കോളൂ എന്നും പറഞ്ഞു. സത്യം എന്താണെന്നാൽ നമ്മളൊരു കാര്യത്തെ എങ്ങനെ നോക്കിക്കാണുന്നുവോ അങ്ങനെ തന്നെ നമ്മുടെ കണ്ണിലത് തെളിയും. അതായത് മുന്നേ കോൺഗ്രസ് ഭരണത്തിലിരുന്നപ്പോൾ ഇവിടെ ഒരുപാട് അഴിമതികളുണ്ടായിരുന്നു. അതായത് ഈയിടെയായിട്ട് 15 മാസം അവർ ഭരിച്ചു. ആ കാലയളവിൽ മധ്യപ്രദേശിന്റെ അവസ്ഥ എന്തായിരുന്നു? ഞാനത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരാണോ അഴിമതിയെപ്പറ്റി സംസാരിക്കുന്നത്? എന്താ നിങ്ങൾ തന്നെ? ഞാനൊരു ഉദാഹരണം ഇപ്പൊ പറയാം. അവര് സ്പെസിഫിക് ആയിട്ട് എന്താ പറയുന്നത് വെച്ചാൽ, പ്രിയങ്ക ഗാന്ധി ഒരു ലെറ്റർ അയച്ചിരുന്നു. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് വെച്ചാൽ, കോൺട്രാക്ടർ ഹൈക്കോടതിയിലേക്ക് ലെറ്റർ അയച്ച് 50% ചോദിക്കുന്നുവെന്ന്. 50% കമ്മീഷൻ ചോദിക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ആ കോൺട്രാക്ടറെ അന്വേഷിച്ചിരുന്നു, പക്ഷേ അദ്ദേഹം എങ്ങോട്ടോ ഓടിപ്പോയി. ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷേ എവിടെ അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ഇതൊക്കെ എവിടെ നിന്നാണ് പഠിച്ചതെന്ന് എനിക്കറിയില്ല. കർണാടകയുടെ അതിർത്തിയിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ നടക്കുന്നതായിട്ടും ഞാൻ കേട്ടു. പക്ഷേ ഇതിനൊന്നും യാതൊരു തെളിവുമില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നവർക്ക് മറുപടി കൊടുത്തേ തീരൂ. അതാണ് ശരി. ശ്രീ കമൽനാഥ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ ഇൻകം ടാക്സും ഇഡിയുമൊക്കെ റെയ്ഡിന് പോയി 280 കോടി രൂപയാണ് പിടിച്ചെടുത്തത്. ശ്രീ കമൽനാഥ് ആരുമായിട്ടായിരുന്നു ക്ലോസ് ആയിരുന്നത്? ന്യൂസ് പേപ്പറിൽ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാറുള്ള ആളുകളുടെ ഫോട്ടോയ്ക്ക് ഒന്ന് നോക്കൂ നിങ്ങൾ. ആ സമയത്തെ ന്യൂസൊക്കെ ഒന്ന് നോക്കൂ. ഭല്ലഭവൻ മധ്യപ്രദേശ് സെക്രട്ടറിയുടെ ഔദ്യോഗിക വാസസ്ഥലമാണ്. അത് ദല്ലാൾമാരുടെ കേന്ദ്രമാക്കി അവർ മാറ്റിയില്ലേ? കൈക്കൂലി, പണം കൊടുക്കാതെ അവിടെ ഒരു കാര്യവും നടക്കില്ല. കളക്ടർ പിന്നെ SP പദവിയിലുള്ളവരിൽ നിന്ന് അവർ പണം പിരിക്കാറുണ്ടായിരുന്നു. ഭല്ലഭവനിലേക്ക് ജനങ്ങൾ വരാറേയില്ലായിരുന്നു. ജനപ്രതിനിധികളും വരാറില്ലായിരുന്നു. ഈ ദല്ലാൾമാരവിടെ ഇരിക്കുമായിരുന്നു. അവരാണ് എല്ലാം ഡീലിംഗ് നടത്തിയത്. മധ്യപ്രദേശിനെ നശിപ്പിക്കുന്ന എല്ലാ ഡീലിങ്ങുകളും അവർ തന്നെയാണ് നടത്തിയത്. പിന്നെ അഴിമതികളെപ്പറ്റി പറയണമെങ്കിൽ അതിനെതിരെ EDയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്തുള്ളത് അവരുടെ സ്വന്തം ആളുകളാണ്. ഇതിനെന്തെങ്കിലും മറുപടി ഉണ്ടോ? അവർക്ക് കുറ്റം ആരോപിക്കാൻ വളരെ എളുപ്പമാണ്. അവർ താങ്കളെ പെയ്ഡ് CM എന്നാണ് വിളിക്കുന്നത്. അവർ അങ്ങനെ ഒരു പോസ്റ്റർ അടിച്ചിട്ടുണ്ട്. നോക്കൂ, അവരുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല. വളരെ ഭയത്തോടെയും ടെൻഷനോടെയുമാണ് കഴിഞ്ഞു പോകുന്നത്. അതിനിടയിൽ ചെറിയൊരു ആത്മവിശ്വാസം വന്നിരുന്നു. അപ്പോൾ അവരുടെ ഭരണം വന്നു, അവർ ഇനി എല്ലാം ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. പക്ഷെ ഇന്ന് അവർക്ക് അടി പിഴച്ചുകൊണ്ടേയിരിക്കുകയാണ്. വായിൽ വന്നതൊക്കെ അവർ വിളിച്ചു കൂവുന്നു. എവിടെ എന്ത് പറയണമെന്ന ധാരണ പോലും അവർക്കില്ലാതായിരിക്കുകയാണ്. അവരുടെ അനുഭാവികൾക്ക് പോലും വിശ്വാസം നഷ്ടപ്പെട്ടു. അവര് 15 മാസം അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ താങ്കൾ അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു? ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷിൻവാഡ സിതായി കോംപ്ലക്സ്, അവിടെ ഒരു പണിയും നടക്കാതെയും കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷനുകൾ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താങ്കളുടെ ആൾക്കാർ ഒരു പോസ്റ്റർ അടിച്ചിരുന്നു, കമൽനാഥിനെ കറപ്റ്റ് നാഥ് എന്ന് പറഞ്ഞു. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആരെന്ത് ചെയ്താലും അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന്. പക്ഷേ മധ്യപ്രദേശിൽ ഇതിനു മുൻപ് ഇങ്ങനൊരു ക്യാമ്പയിൻ നടന്നിട്ടേയില്ല. താങ്കളെ പെയ്ഡ് CM എന്ന് പറയുന്നത്, കമൽനാഥിനെ കറപ്റ്റ് നാഥ് എന്ന് പറയുന്നത്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളന്മാർന്ന് വിളിക്കുന്നു. അത് അവരാണ് തുടങ്ങിയത്. അവരെന്ത് ചെയ്തുവോ അതിനനുസരിച്ച് ഞങ്ങളുടെ അനുഭാവികൾ തിരിച്ചു ചെയ്യുന്നുണ്ടാവും. താങ്കളുടെ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 50-50 അതാണ് കമൽനാഥിന്റെ പങ്കെന്നാണ്. അവരുടെ ഭരണം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഗവൺമെന്റിൽ ആരാണ് യഥാർത്ഥ മുഖ്യമന്ത്രി എന്ന ചിന്ത പോലും ഉണ്ടായിരുന്നു. മുന്നിൽ കമൽനാഥിന്റെ മുഖമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നിൽ നിന്ന് പണിയെടുക്കുന്നത് ദിഗ്വിജയ് അദ്ദേഹമായിരുന്നു. ജനങ്ങൾ പറയാറ് വ്യാജമുഖം തെളിഞ്ഞിരിക്കുന്നു, ശരിക്കുള്ള മുഖം മറഞ്ഞിരിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് ജനങ്ങൾ അങ്ങനെ പറഞ്ഞത്. നോക്കൂ, അവരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, അവരുടെ സർക്കാർ ഉള്ള സമയത്ത് അവർ ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിച്ചു എന്ന്. 27 ലക്ഷം കർഷകരുടെ ലോൺ അവർ ഭരണത്തിൽ വന്നപ്പോൾ എഴുതി തള്ളി എന്ന്. 900-ത്തേക്കാളും ഒരുപാടധികം വാഗ്ദാനങ്ങൾ അവർ നൽകിയിരുന്നു. പിന്നെ അവർ നൽകിയ വേറൊരു വാഗ്ദാനമായിരുന്നു 10 ദിവസങ്ങൾക്കുള്ളിൽ. നിങ്ങൾ വേണമെങ്കിൽ എണ്ണം നോക്കിക്കോളൂ. ഞാൻ ആ വീഡിയോ ഒരുപാട് സ്ഥലത്ത് കാണിച്ചിട്ടുണ്ട്. ശ്രീ രാഹുൽ ഗാന്ധി എന്താണ് പറഞ്ഞതെന്നാൽ 10 ദിവസത്തിനുള്ളിൽ അദ്ദേഹം എണ്ണും 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന്. 10 നാളുകൾക്കുള്ളിൽ ആനുകൂല്യങ്ങൾ നൽകിയില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ മാറ്റുമെന്ന്. 15 മാസങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും കർഷകരെ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. വെറും ചടങ്ങുകൾ മാത്രം നടത്തി ലക്ഷക്കണക്കിന് കർഷകരെ അവർ ഡിഫോൾട്ടറാക്കി കളഞ്ഞു. ഞങ്ങളുടെ കടമൊക്കെ എഴുതി തള്ളുമോ എന്ന ആശങ്കയിലായിരുന്നു അവർ. പണം കിട്ടാത്തതുകൊണ്ട് ഡീഫോൾട്ടറായി. അവരുടെ മേലെ പലിശയുടെ കെണിയും വർദ്ധിച്ചു. ആ പലിശകളൊക്കെ ഞാൻ ഇപ്പോഴാണ് കുറച്ചുകൊണ്ട് വന്നത്. അവരെന്താ ചെയ്തത്? കർഷകരുടെ പേരിൽ 2200 കോടി രൂപ മുക്കിയില്ലേ? അവർ കർഷകരെ പറ്റിക്കുകയല്ലേ ചെയ്തത്? അവർ അധ്വാനിക്കുന്നവരെ പറ്റിക്കുകയല്ലേ ചെയ്തത്? ജോലി ഇല്ലാത്തവർക്ക് 4000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു, പക്ഷെ 1 രൂപ പോലും കൊടുത്തില്ല.
സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കുള്ള എല്ലാ കടങ്ങളും എഴുതി തള്ളുമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒന്നും തന്നെ ചെയ്തില്ല. ഓരോ വിളവെടുപ്പിനും ബോണസ് നൽകുമെന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു. 900 വാഗ്ദാനങ്ങൾ, പക്ഷെ ഒരു ബോണസും ആർക്കും കിട്ടിയില്ല. അവർ കൊടുത്ത ഒരു വാഗ്ദാനം പോലും നിറവേറ്റപ്പെട്ടില്ല. പിന്നെ അവർ കൊടുത്ത ഈ വാഗ്ദാനങ്ങൾ നിറവേറ്റാതെ പോയപ്പോൾ സിന്ധ്യാജി പറഞ്ഞു അതൊക്കെ നിറവേറ്റണമെന്ന്. അപ്പൊ കമൽനാഥ് അവരെ തന്നെ തുറച്ചു നോക്കി. ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിച്ചു. തെരുവിലേക്ക് ഇറങ്ങുമെന്ന് ചോദിച്ചു. അവരിറങ്ങി, പക്ഷെ അവരിവരെ കമഴ്ത്തി അടിച്ചു. സിന്ധ്യയെ അവര് കമത്തി അടിച്ചോ അതോ താങ്കളാണ്? നിങ്ങൾ നോക്കിക്കേ, അത് പണ്ട് കമൽനാഥ് പറയാറുണ്ടായിരുന്നു. അത് അയാളുടെ അമ്മി ഒരുപാട് നേരം അരയ്ക്കും, നല്ല വെയിറ്റ് ആയിട്ട് അരയ്ക്കുമെന്നൊക്കെ. പക്ഷെ അവർ എത്ര വെയിറ്റ് ആയിട്ട് അരച്ചതെന്ന് വെച്ചാൽ അവർ ഗവൺമെന്റിനെ തന്നെ അരച്ചു കഴിഞ്ഞു. അവർ ചെയ്ത കാര്യം അത്തരത്തിലുള്ളതാ. അതുകൊണ്ട് കോൺഗ്രസ് തന്നെ ഇന്ന് ശിഥിലമായി. ശ്രീ സിന്ധ്യ പറഞ്ഞുകൊണ്ടേയിരുന്നതാ വാഗ്ദാനങ്ങൾ നിറവേറ്റണമെന്ന്, ജനങ്ങളെ സേവിക്കണമെന്ന്. അതൊക്കെ അവർക്ക് തെറ്റായിട്ട് തോന്നി. പിന്നെ ദിഗ്വിജയ് സിംഗ് അവരുമായിട്ട് വഴക്കിലായി. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി താങ്കൾ 2.5 കോടി ചെലവഴിച്ചെന്ന്. ദിഗ്ഗി ബാബ അദ്ദേഹം ചുമ്മാ ഓരോന്ന് പറയും, പക്ഷെ അതിനെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാവാറില്ല. ഇപ്പൊ അവരുടെ ദുഃഖം മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ തീരൂ. ജനങ്ങളിതും പറയാറുണ്ട് അദ്ദേഹം കമൽനാഥിന്റെ അഡ്വൈസറാണ്, അതുകൊണ്ടാണ് കമൽനാഥ് തോറ്റത് എന്നൊക്കെ. അതായത് ഇപ്പൊ ജനങ്ങൾക്ക് പോലും വിശ്വാസമില്ല. പാല് ചൂടാക്കുകയാണെങ്കിൽ ഊതി ഊതിയിട്ട് വേണം കുടിക്കാൻ. അതുപോലെ എല്ല് കത്തുകയാണെങ്കിൽ ഒരു തവണ മാത്രമേ കത്തുകയുള്ളൂ, അത് പിന്നെ ചാരമാവും. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം? ഞങ്ങൾക്കറിഞ്ഞ് CM സാർ എപ്പോഴും നല്ല ഒരു ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കുമല്ലോ. ഈ ബിസി സ്കെഡ്യൂളിൽ എങ്ങനെയാണ് നിങ്ങൾ ഇത്ര നല്ലപോലെ ഫിറ്റ്നസ് നോക്കുന്നത് സാർ? രണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് വെച്ചാൽ താങ്കളുടെ മുഖം എന്താണ് ഇങ്ങനെ ചുമന്നു പോയത്? എന്റെ മുഖം അത്ര ചോദിച്ചിട്ടൊന്നും അല്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, 24 മണിക്കൂറിൽ 18 മണിക്കൂറും ഞാൻ ജോലി എടുക്കാറുണ്ട്. അതിന് 2 കാരണങ്ങളുണ്ട്. അതിലൊന്ന്, എന്റെ മനസ്സിൽ ജോലി ചെയ്യാനുള്ള ശക്തിയും ആഗ്രഹവും വളരെയധികമുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ഫയർ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലൂടെ പിന്നീട് പ്രതിഫലിക്കാൻ തുടങ്ങും. അത് നിങ്ങൾക്ക് ജോലിയെടുക്കാനുള്ള ശക്തിയും തരും. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നേർച്ചയുണ്ടെങ്കിൽ, അതായത് വൈഷ്ണവി ദേവി 14 കിലോമീറ്റർ നടന്നു പോകണമെന്ന് കുട്ടികളോട് പറഞ്ഞാൽ പോലും അവർ നടന്നു പോകും. പക്ഷേ ഇവരെ കൊണ്ട് വെറും 2 കിലോമീറ്റർ നടക്കാൻ പറഞ്ഞാൽ അത് അവർക്ക് പറ്റില്ല. നമുക്കുള്ളിൽ സമർപ്പണം ഉണ്ടെങ്കിൽ അതിനുള്ള ശക്തി നമ്മുടെ ശരീരം തരും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ശരീരത്തെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ തീരൂ. ഞാൻ രാവിലെ യോഗ ചെയ്യാറുണ്ട്, കുറച്ചു നേരം ധ്യാനമിരിക്കും, പ്രാണായാമം ചെയ്യാറുണ്ട്. നോക്കൂ, ശരീരം എന്നത് ആദ്യം ഖലു ധർമ്മസാധനം. അതായത് എല്ലാ ധർമ്മങ്ങളും നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ശരീരം വളരെ ആരോഗ്യത്തോടെ ഇരിക്കണം. അതെന്നും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും വേണം. ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറയാം. ഞാൻ 3 കാര്യങ്ങളാണ് ലൈഫിൽ ഫോളോ ചെയ്യുന്നത്: മിത് ബുക്ക്, റിത് ബുക്ക്, പിന്നെ ഹിത് ബുക്കും. മിത് ബുക്കിൽ വിശപ്പിനേക്കാളും കുറച്ചേ കഴിക്കാവൂന്ന് പറയുന്നുണ്ട്. ഋത് ബുക്കിൽ പറയുന്നത് ഋതുക്കൾ മാറുമ്പോൾ കായ്ക്കുന്ന കായ്കളും പഴങ്ങളും അതൊക്കെ നിങ്ങൾ കഴിക്കണം. പിന്നെ ഹിത് ബുക്ക് എന്ന് വെച്ചാൽ ശരീരത്തിന് ആരോഗ്യകരമായത് കഴിക്കണം. പിന്നെ കച്ചോടി സമോസയൊക്കെ കഴിച്ചാൽ, പിസ്സ ബർഗറും ഒക്കെ കഴിച്ചാൽ നമുക്ക് ഫിറ്റ് ആയിട്ടിരിക്കാൻ സാധിക്കില്ല. നമ്മൾ അതിലൊക്കെ നിർബന്ധം കാണിച്ചേ തീരൂ. ആരൊക്കെ ഫിറ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാവർക്കും താങ്കൾ നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. ശിവരാജ് സർ, മറ്റൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ വിചാരണ തുടരുന്നതായിരിക്കും. 18 വർഷമായിട്ട് താങ്കളല്ലേ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ പ്രാവശ്യം താങ്കൾ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. അതിന്റെ രഹസ്യം എന്താണെന്ന് പറയാൻ പറ്റും? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനാണ്. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം മുഖ്യമന്ത്രി കസേരയെ അദ്ദേഹം വിടാതെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ശിവരാജ് സാർ, പ്രിയങ്ക ഗാന്ധി ഇതാണ് പറഞ്ഞത്. താങ്കൾ 18 വർഷമായിട്ട് മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ്, പവറിലാണുള്ളത്. പക്ഷേ ഇത്രയും വർഷം ഒരാൾ മുഖ്യമന്ത്രി കസേരയിലിരുന്നാൽ അവരൊരു മടിയനായിട്ട് മാറുമെന്ന്. ഇത്രയും വർഷം ഒരാൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനെ കാണുമ്പോൾ ജനങ്ങൾക്ക് ബോറടിക്കുമെന്നും പറയുന്നു. പലർക്കും താങ്കളുടെ മുഖം കണ്ട് വെറുത്തു പോയെന്നും പറയുന്നു. ഞാൻ 18 വർഷം മുഖ്യമന്ത്രിയായിരുന്നതിൽ അവർക്ക് എന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അഥവാ ഞാൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ തീരുമാനമാണ്, അത് ജനങ്ങളുടെ അനുഗ്രഹം കാരണമാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ ആദ്യമായി 2005 മുഖ്യമന്ത്രി ആയപ്പോൾ ഞാൻ അന്ന് മുഖ്യമന്ത്രി ആകുമെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ലായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്ററി ബോർഡ് മീറ്റിംഗ് നടന്നു. ഞാൻ ഡൽഹിയിൽ 7 പണ്ഡിറ്റ് പന്ത് മാർഗിലായിരുന്നു താമസിച്ചിരുന്നത്. ഞാൻ അന്നൊരു MP കൂടിയായിരുന്നു. പെട്ടെന്ന് എന്റെ ഭാര്യ വന്ന് എന്നെ എഴുന്നേൽപ്പിച്ചു. ഞാൻ പൊതുവെ പകൽ ഉറങ്ങാറില്ലായിരുന്നു, പക്ഷെ അന്നെങ്ങനെ എനിക്ക് ഉറക്കം വന്നതെന്ന് എനിക്കറിയില്ല. അവൾ എന്നെ എഴുന്നേൽപ്പിച്ച് TV കാണാൻ പറഞ്ഞു. അപ്പോൾ പാർലമെന്ററി ബോർഡിൽ എന്നെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അവൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ സ്വപ്നം കാണാതെ ഉറങ്ങുമെന്ന്.
അപ്പോൾ അവൾ പറഞ്ഞു അല്ല അത് സത്യമാണെന്ന്. അപ്പോൾ വീടിന്റെ ബെല്ലടിച്ചു. ഞാൻ പോയി കഥ തുറന്നു നോക്കി. ഞാൻ നോക്കിയപ്പോൾ ശ്രീ ഭൂപേന്ദ്ര ഹൂഡാജി ആയിരുന്നു. അദ്ദേഹം ഹരിയാനയുടെ മുഖ്യമന്ത്രി ആയി. അദ്ദേഹവും ഒരു മെമ്പർ ഓഫ് പാർലമെന്റ് ആയിരുന്നു. ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസം. എന്റെ വീട് നമ്പർ 9 ആയിരുന്നു. അദ്ദേഹം എന്നെ അഭിനന്ദിക്കാൻ വന്നു. എന്നെ ആദ്യമായിട്ട് അഭിനന്ദിച്ചത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയായി എന്ന്. പെട്ടെന്ന് പാർട്ടി ഓഫീസിൽ നിന്ന് എനിക്ക് ഫോൺ വന്നു. എന്നോട് പെട്ടെന്ന് തന്നെ പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ പോയി. പെട്ടെന്ന് തന്നെ അവിടെ എത്തിച്ചേരുകയും ചെയ്തു. ഞാൻ അവിടെ പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയാണ് എന്ന്. അതാണ് പാർട്ടി തീരുമാനം എന്ന്. അതിനുശേഷം ഞാൻ മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയായി. ജനങ്ങളുടെ അനുഗ്രഹത്താൽ അവർക്ക് മടുക്കുന്നതുവരെ, പിന്നെ പാർട്ടി തീരുമാനിക്കുന്നതുവരെയും ഞാൻ മുഖ്യമന്ത്രിയെ തുടരും. അതിന് പ്രിയങ്കയുടെയും രാഹുലിന്റെയും താല്പര്യം ഇവിടെ ഒരു വിഷയമേ അല്ല. പക്ഷേ ശിവരാജ് സാർ, താങ്കളുടെ പാർട്ടിയിലും ധാരാളം പേര് കാണില്ലേ? അവർക്കും മുഖ്യമന്ത്രിയാകാനുള്ള ആഗ്രഹവും കാണും. എത്രയോ പേർ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ താങ്കൾ എപ്പോഴും നോട്ട് ഔട്ടിലാണുള്ളത്. മറ്റുള്ളവർക്ക് ബാറ്റിംഗ് പോലും കിട്ടുന്നില്ല. എത്ര നാൾ ഞങ്ങളെല്ലാവരും സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ആർക്ക് എന്ത് ചുമതല കിട്ടിയാലും ആ ചുമതല ഭംഗിയായിട്ട് ചെയ്യണം. അത് മാത്രമാണ് നമ്മുടെ കടമ. ഇത് സത്യമാണോ എന്ന് പറയൂ. അതായത് കമൽനാഥിന്റെ സർക്കാർ പോയതിനു ശേഷം മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള ആ സമയത്ത് പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ താങ്കൾ മോദിയോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ളതായിരുന്നു പാർട്ടി തീരുമാനം. എന്നോടാരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം പാർട്ടി തന്നെ തീരുമാനിച്ചതാണ്. ഞാൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് പാർട്ടി ഉത്തരവ് കൊടുത്തതുകൊണ്ടാണ്, പാർട്ടി തീരുമാനിച്ചതുകൊണ്ടാണ് ഞാൻ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. പ്രധാനമന്ത്രിയും എന്നെ ആശീർവദിച്ചു. പ്രധാനമന്ത്രി ഗുജറാത്തിൽ സർക്കാരിനെ മൊത്തത്തിലാണ് മാറ്റിയത്. കർണാടകത്തിലും മുഖ്യമന്ത്രിയെ മാറ്റി. അപ്പോൾ താങ്കളുടെ മേൽ അദ്ദേഹത്തിന് എന്താണ് ഒരു പ്രത്യേക സ്നേഹം? വീണ്ടും വീണ്ടും മുഖ്യമന്ത്രിയാക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം. നരേന്ദ്രമോദിജി ഒരു അത്ഭുതകരമായ നേതാവാണ്. അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് ഒരാളോട് മാത്രം ഒരു സ്നേഹവും കാണിക്കില്ല. ആരും ഇതിനൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇതിലൊന്നും യാതൊരു യാഥാർത്ഥ്യവുമില്ല. അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം കൊണ്ടൊന്നും അല്ല എന്നെ മുഖ്യമന്ത്രിയാക്കിയത്. ഇനിയെങ്ങാനും ശ്രീ നരേന്ദ്രമോദിജിക്ക് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തോട് മാത്രമാണ്, ഈ രാജ്യത്തെ ജനങ്ങളോട് മാത്രമാണ്. അദ്ദേഹത്തിന് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളോടും പ്രത്യേക സ്നേഹമുണ്ട്. ആ ജനങ്ങളെ സേവിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിത ലക്ഷ്യവും കൂടെ. അദ്ദേഹം അത്രയ്ക്കും ഹാർഡ് വർക്കിംഗ് ആയ ഒരാളാണ്. രാത്രിയും പകലും അദ്ദേഹം അധ്വാനിക്കും. അതുപോലൊരു നേതാവ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? 365 ദിവസങ്ങളും ഒരേ ചിന്ത മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന്. അതെന്താണെന്നാൽ ഇന്ത്യയെ ഇനിയും എങ്ങനെയൊക്കെ വികസിപ്പിക്കാം എന്നതിനെപ്പറ്റി മാത്രമാണ്. അദ്ദേഹം രാവും പകലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരുടെയും മേലെ പ്രത്യേകം സ്നേഹം കാണിക്കും. ഒന്നും ചെയ്യാത്തവരോട് അദ്ദേഹം ഒരു സ്നേഹവും കാണിക്കുകയുമില്ല, ഒരു പരിഗണനയും കൊടുക്കില്ല. ആ സ്നേഹം എപ്പോഴും ഒരുപോലെ ഉണ്ടാവണമെന്നില്ല. അദ്ദേഹം രാപകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട്. അദ്ദേഹം എപ്പോഴും എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി രൂപീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ളവർ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനും ശ്രമിക്കുന്നു. അദ്ദേഹം സ്വച്ഛ ഭാരത് പ്രഖ്യാപിച്ചു. ഞാൻ മധ്യപ്രദേശ് മുഴുവനും സഞ്ചരിച്ചു. ഇന്ന് മധ്യപ്രദേശ് സ്വച്ഛ ഭാരതിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞു ജലം സംരക്ഷിക്കണമെന്ന്. ജലസംരക്ഷണ പദ്ധതി, ആ പദ്ധതിയിലും മധ്യപ്രദേശ് നമ്പർ 1 സംസ്ഥാനമായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം സ്മാർട്ട് സിറ്റി പദ്ധതി കൊണ്ടുവന്നു. അതിലും മധ്യപ്രദേശ് നമ്പർ 1 സംസ്ഥാനമായി മാറിയിട്ടുണ്ട്. പിന്നെ സ്ട്രീറ്റ് വെൻഡർ എന്ന് പറഞ്ഞു, അതും ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു. അതിലും ഞങ്ങൾ നമ്പർ 1 ആണ്. മധ്യപ്രദേശ് എത്രയോ പദ്ധതികളിൽ, പ്രധാനമന്ത്രിയുടെ എത്രയോ പദ്ധതികളിൽ നമ്പർ 1 ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്പർ 1 സ്ഥാനത്തെത്തിയ ശേഷവും നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ, അതായത് നമ്മൾ നന്നായിട്ട് ചെയ്തു, പ്രധാനമന്ത്രി നമ്മളെ അഭിനന്ദിക്കും എന്നൊക്കെ. പക്ഷേ അദ്ദേഹം പറയും അത് നന്നായിട്ട് ചെയ്തു, പക്ഷേ വേറെ 4 കാര്യങ്ങൾ ബാക്കിയുണ്ടല്ലോ, അതുകൂടി ചെയ്യൂ എന്ന്. അദ്ദേഹം അത്രയ്ക്കും കർമ്മനിരതനാണ്. അദ്ദേഹം എപ്പോഴും ജോലി ബാക്കിയുള്ളതിനെ പറ്റിയേ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഒന്നും പൂർത്തിയായതായിട്ട് അദ്ദേഹം പറയുകയില്ല. ഇന്ത്യ രാജ്യത്തെ ഇനിയും വികസിപ്പിക്കാൻ വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ സർക്കാരിൽ മന്ത്രിയായിരിക്കുന്നതും അതുപോലെ മുഖ്യമന്ത്രിയായിരിക്കുന്നതും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലേ? ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ഞങ്ങളുടെ മുഴുവൻ അധ്വാനവും കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ എന്നും അത് മുഴുവനായിട്ട് കൊടുക്കുക തന്നെ ചെയ്യും. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണയും ഞങ്ങൾക്ക് കിട്ടും. കാരണം നമ്മളുടെ രാജ്യം ഒരു കാലത്ത് വളരെ പിന്നോക്കാവസ്ഥയിലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 9 വർഷം കൊണ്ട് രാജ്യം വളർന്നു. ഇതിലെനിക്ക് വളരെ അഭിമാനമുണ്ട്. പക്ഷെ ഞാൻ ഇതിനു വേണ്ടിയൊന്നും അല്ല ഇതൊന്നും പറഞ്ഞത്. അതായത് എന്റെ പാർട്ടി ചെയ്തതുകൊണ്ടോ എന്റെ നേതാവ് ചെയ്തതുകൊണ്ടോ ഒന്നും തന്നെ അല്ല. അദ്ദേഹത്തിന്റെ കടമയെ മുഴുവൻ പരിശ്രമത്തോടെയും മുഴുവൻ അർപ്പണബോധത്തോടെയും കൂടി അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഈ ലക്ഷ്യം നേടിയെടുത്തിട്ടുണ്ട്. ഇന്ന് നരേന്ദ്രമോദിജി ലോകത്തിലെ തന്നെ എല്ലാ രാജ്യത്തുള്ളവർക്കും പ്രിയപ്പെട്ട ഒരു പ്രധാന നേതാവാണ്. ലോകം അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം ഇന്ന് നേതൃത്വം വഹിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ലോകരാജ്യങ്ങളിൽ, വലിയ വലിയ രാജ്യങ്ങളിൽ
അദ്ദേഹത്തിന് അത്രയ്ക്കും വലിയ ബഹുമതികൾ കിട്ടുമ്പോൾ അതിന്റെ അഭിമാനം ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കുമുള്ളതാണ്. ആ അഭിമാനം കൊണ്ട് നമുക്ക് നെഞ്ചു വിരിച്ച് നടക്കാവുന്നതാണ്. ഇത്രയ്ക്കും അത്ഭുതകരമായ ഒരു പ്രധാനമന്ത്രിയാണ് നമുക്ക് കിട്ടിയത്. റഷ്യ, അമേരിക്ക ഇവരൊന്നും നമ്മളെ അത്ര വില കൽപ്പിച്ചിരുന്നില്ല. ഒരു കാലത്ത് അമേരിക്ക നമ്മളുടെ പ്രധാനമന്ത്രിക്ക് വിസ തിരസ്കരിച്ചിരുന്നു. എന്നാൽ ഇന്ന് വൈറ്റ് ഹൌസിൽ റെഡ് കാർപ്പറ്റ് വിരിച്ച് നമ്മളുടെ പ്രധാനമന്ത്രിയെ വരവേറ്റ് അവരുടെ പ്രസിഡന്റിന്റെ കൂടെ നിർത്തുന്നുണ്ടെങ്കിൽ ഇത് എല്ലാ ഇന്ത്യക്കാർക്കും വളരെ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. തീർച്ചയായും നമ്മളതിൽ അഭിമാനിക്കേണ്ടതുണ്ട്. നമ്മളുടെ പ്രധാനമന്ത്രി റഷ്യ ഉക്രൈൻ വാറിൽ നമ്മളുടെ പൗരന്മാരാരും കുടുങ്ങാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചു. നമ്മളുടെ വിദ്യാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു ഫോൺ കോൾ US പ്രസിഡന്റിന് പോയി. മറ്റൊന്ന് ഉക്രൈൻ പ്രസിഡന്റിന്റെ അടുത്തും പോയി. അദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഞങ്ങളുടെ ഫ്ളാഗുമായിട്ട് വരും, അപ്പോൾ നിങ്ങൾ യുദ്ധം നിർത്തണം, എന്നാലേ അവർക്ക് സുരക്ഷിതരായിട്ട് പോകാൻ പറ്റൂ എന്ന്. ഇന്ത്യക്കാർ കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പുറത്തു വന്നപ്പോൾ റഷ്യയും വെടിവെക്കുന്നത് നിർത്തി, ഉക്രൈന്റെ ഭാഗത്തു നിന്നും ആക്രമണം നിർത്തി. അങ്ങനെ നമ്മളുടെ പൗരന്മാർ ഇന്ത്യ രാജ്യത്തേക്ക് തിരിച്ചെത്തി, സുരക്ഷിതരായിട്ട് തന്നെ. അവരുടെ കൂടെ ബംഗ്ലാദേശുകാരും വന്നിരുന്നു. ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ശക്തി. അദ്ദേഹം രാജ്യത്തെ ഇനിയും വികസിപ്പിക്കാൻ നോക്കുകയാണ്. എങ്ങനെ രാജ്യത്തെ വളർത്താമെന്നതാണ് അദ്ദേഹത്തിന്റെ ഒരേ ഒരു ചിന്ത. ഇന്ന് ഞാൻ ഈ നീതിപീഠത്തിൽ വെച്ച് പറയുന്നു, ശ്രീ നരേന്ദ്രമോദിജിയുടെ കൈകളിൽ, അദ്ദേഹത്തിന്റെ കൺമുന്നിൽ, നമ്മളുടെ കൺമുന്നിലും ഇന്ത്യ വീണ്ടും വിശ്വഗുരുവായിട്ട് മാറും. അത് ആരെക്കൊണ്ടും തടയാൻ സാധിക്കില്ല എന്ന്. അതൊരു വ്യക്തി 100 വർഷം മുന്നേ പറഞ്ഞതാണ്. ശ്രീ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്. അദ്ദേഹം 100 വർഷം മുന്നേ പറഞ്ഞതാണ്. അദ്ദേഹം പറഞ്ഞത് മാനുഷയുടെ അന്ത്യം അടുത്തിരിക്കുന്നു എന്നാണ്. ആരാണോ കുരുടന്മാരെ പോലെ ഇരിക്കുന്നത് അവർക്ക് കാണാൻ സാധിക്കില്ല എന്ന്, ബധിരരായിരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റില്ല എന്ന്, ഇതെനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതമാത വീണ്ടും ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ്. മാത്രമല്ല ഇന്ന് വിശ്വഗുരു പദവിയും ഇന്ത്യ നേടുകയാണ്. അന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് ശ്രീ നരേന്ദ്രമോദി ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശിവരാജ് സിംഗ് സാർ, ഇപ്പോൾ താങ്കളുടെ മുന്നിൽ മധ്യപ്രദേശിന്റെ ഇലക്ഷൻ ചാലഞ്ച് വന്നിരിക്കുകയാണ്. ഈ ഇലക്ഷനിലും താങ്കൾ മോദിയുടെ പേര് വെച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാണോ വോട്ട് പിടിക്കാൻ പോകുന്നത്? നോക്കൂ, ഇന്ന് രാജ്യത്തുള്ള പൗരന്മാർ ശ്രീ നരേന്ദ്രമോദിജിയെ ഭക്തിയോടെയാണ് നോക്കുന്നത്. അദ്ദേഹത്തെ അവർ പിന്തുടരുന്നു. അവർ എല്ലായിടത്തും അദ്ദേഹത്തെ പിന്തുടരുന്നു. അദ്ദേഹം രാജ്യത്ത് എല്ലായിടത്തുമുണ്ട്, മധ്യപ്രദേശിലുമുണ്ട്. അതൊരിക്കലും തടയാൻ പറ്റാത്തതാണ്. പാർട്ടിക്കാർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, മധ്യപ്രദേശിൽ 3 രീതിയിലുള്ള ജനങ്ങളുണ്ട്. ഒരാൾ ദേഷ്യക്കാരൻ, ഒരാൾ മഹാരാജാവ്, മറ്റൊരാൾ ശിവരാജ്. പ്രശ്നം എന്നും കോൺഗ്രസിനകത്താണ്. ഞങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അത് കോൺഗ്രസിന്റെ ഉറക്കം ഇല്ലാതാക്കും. ഇനി അവർ ഉറങ്ങിയാൽ സ്വപ്നത്തിലും ഞങ്ങളെ തന്നെ കാണും. എങ്ങനെയാണോ കാളയ്ക്ക് ചുവന്ന കൊടി കാണിക്കുന്നത്, സ്വപ്നത്തിൽ പോലും കമൽനാഥ് സാർ, ദിഗ്വിജയ് സാർ എല്ലാവരും ഉറക്കത്തിൽ ശിവരാജ് 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 എന്ന് അലറിക്കൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ അവരുടെ സ്വപ്നത്തിലൊക്കെ ഞങ്ങൾ മാത്രമാണ്. പിന്നെ അവർ ഞങ്ങളെ ഇങ്ങനെ വിവേചനത്തോടെ കാണുകയൊക്കെ ചെയ്താൽ ഞങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ തന്നെ മറുപടി പറയൂ. പക്ഷേ മധ്യപ്രദേശിലെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉള്ളത് സത്യമല്ലേ? നരേന്ദ്രസിംഗ് തോമർ കേന്ദ്രമന്ത്രിയാണ്, പക്ഷെ മധ്യപ്രദേശിൽ പ്രവർത്തിക്കാൻ ഇഷ്ടമല്ല. അല്ല, അത് സത്യമല്ല. ഭാരതീയ ജനതാ പാർട്ടിയിൽ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. സിന്ധ്യ സാറിന്റെ കൂടെ ആരാണോ വന്നത് അവരൊക്കെ പാലിൽ പഞ്ചസാര കലർത്തിയതുപോലെ അതുമായിട്ട് ഒന്നിച്ച് ചേരും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭാഗമാണ് അവരും. പിന്നെ ഈ കാര്യം പറയാൻ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. അതായത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചു നിന്നാണ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തിക്കുന്ന വിധം ഓരോ മനുഷ്യരിലും ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കും. 2 സഹോദരന്മാർ പോലും ഒരുപോലെ പ്രവർത്തിക്കില്ല. ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. വേറെ വേറെ രീതിയിൽ അവർ ചിന്തിക്കുകയും ചെയ്യും. എല്ലാവരുടെയും ചിന്തകൾ ഒരിക്കലും ഒരുപോലെ ആവില്ല. എല്ലാവർക്കും വളരെ വ്യത്യസ്തമായ സ്റ്റൈലുകൾ ഉണ്ടാവും. അതുകൊണ്ട് അവർ പ്രവർത്തിക്കുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ, സിന്ധ്യയുടെ മനസ്സിലും എന്തെങ്കിലും ഞാനും ഒരു മുഖ്യമന്ത്രി ആവണമെന്നുള്ള ആഗ്രഹം വന്നു കാണില്ലേ? എന്തുകൊണ്ട് വന്നുകൂടാ? ആർക്ക് വേണമെങ്കിലും വരാലോ. അങ്ങനെ വരുന്നത് നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ചിന്തിക്കാലോ. അത് പാർട്ടിയും ജനങ്ങളും ചേർന്നാണ് തീരുമാനിക്കുക. പക്ഷേ ഞങ്ങൾ താങ്കളുടെ അടുത്ത് എന്തെങ്കിലും ട്രിക്ക് കാണാതിരിക്കില്ല. 18 വർഷമായിട്ട് താങ്കൾ മുഖ്യമന്ത്രിയായിരിക്കുന്നു. അതുപോലെ ഈ ഇലക്ഷനിലും താങ്കൾ മത്സരിക്കുന്നുമുണ്ട്. അതെന്താണെന്നാൽ സീക്രട്ട് എന്താണെന്ന് മാത്രം താങ്കൾ പറയൂ. ഇതിലൊരു സീക്രട്ടും ഇല്ല. നന്നായിട്ട് പ്രവർത്തിക്കണം, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എല്ലാവരോടും സ്നേഹവും സൗഹൃദവും കാണിക്കണം. പക്ഷേ അഹങ്കാരം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എനിക്കൊരു ശ്ലോകം അറിയാം. എനിക്ക് വളരെ പ്രചോദനം നൽകിയ ശ്ലോകം ഞാനിവിടെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നു. സാത്വികരായി കർമ്മം ചെയ്യുന്നവർ ആരാണ്, അതായത് നന്നായിട്ട് കർമ്മം നിർവഹിക്കുന്നവർ ആരാണ് എന്ന് അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, മുക്ത സംഗോ അനഹംവാദി ധൃതി ഉത്സാഹ സമന്വിത സിദ്ധി അസിദ്ധിയോ നിർവികാര കർത്ത സാത്വിക് ഉച്ചിത്തെ. മുക്തി സംഘോ, സംഘർഷങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ട് എല്ലാവരെയും സമമായിട്ട് കാണണം. ആരും വലിയതായിട്ടോ ചെറുതായിട്ടോ കാണാൻ പാടില്ല. എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കാൻ പഠിക്കണം. പിന്നെ എല്ലാവർക്കും ചേരുന്ന ജോലി അവർക്ക് കൊടുക്കണം, അതായത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച്. അനഹംവാദി, അതായത് അഹങ്കാരം കാണിക്കാൻ പാടില്ല.
ഈഗോ ഉണ്ടാവാൻ പാടില്ല. ആർക്കാണോ ഈഗോ ഉള്ളത് അവർക്കൊരിക്കലും സേവനം ചെയ്യാൻ സാധിക്കില്ല. അഹങ്കാരം ഒരിക്കലും വളർത്താൻ പാടില്ല. വിനയത്തോടെ ജീവിക്കണം. പിന്നെ ധൃതി എന്നാൽ ധൈര്യം. ചില സമയത്തൊക്കെ കഷ്ടകാലം വരും. അപ്പോൾ നമ്മൾ ധൈര്യം നഷ്ടപ്പെട്ട് ഭീരുക്കളായി മാറും. എന്നാൽ നമ്മൾ ക്ഷമ കാണിക്കണം. പിന്നെ ഉത്സാഹ്, അതിന്റെ അർത്ഥം എന്താണെന്നാൽ നമ്മുടെ ഉള്ളിൽ കർമ്മം നിർവഹിക്കാനുള്ള അഗ്നി എന്നും എരിഞ്ഞുകൊണ്ടേയിരിക്കണം. തളർന്നിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. മനസ്സിൽ ജയിക്കണമെന്ന് ചിന്തിച്ചാൽ ജയിക്കും, തോൽക്കണമെന്ന് ചിന്തിച്ചാൽ തോൽക്കും. ആ ഉത്സാഹം നമുക്കുണ്ടാവണം. ഒരു തവണ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ഒരിക്കലും ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. പിന്നെ അവസാനമായിട്ട് സിദ്ധ്യോസിദ്ധി നിർവികാര. ഇനി അഥവാ നിങ്ങൾ ജയിച്ചില്ലെങ്കിലും എന്തിനു വേണ്ടി ടെൻഷൻ ആവണം? നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. കിട്ടിയാലും സാരമില്ല, കിട്ടിയില്ലെങ്കിലും സാരമില്ല. 2018 ഞങ്ങൾക്ക് ഭരണം കിട്ടിയില്ല. കോൺഗ്രസിന് അധികം സീറ്റ് കിട്ടി. പക്ഷേ അപ്പോൾ അവരുടെ ഗവൺമെന്റ് അല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒരു മിനിറ്റ് പോലും ലേറ്റ് ആക്കിയില്ല. അതേ ഉത്സാഹത്തോടു കൂടി ഞങ്ങൾ ഗവർണറുടെ അടുത്ത് രാജിക്കത്ത് കൊടുത്ത് ഭരണത്തിൽ നിന്ന് തിരിച്ചിറങ്ങി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അർജുനൻ കൃഷ്ണന്റെ അടുത്ത് എന്താണ് ചോദിച്ചതെന്ന് താങ്കൾ പറഞ്ഞു. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ലാലുവിന്റെ അടുത്ത് മോദിയെ എങ്ങനെ തോൽപ്പിക്കാമെന്ന് ചോദിക്കുന്നു. അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് ഇന്ത്യയെ നാക്കൂ, അതൊരു വലിയ ചാലഞ്ചാണെന്ന് പറഞ്ഞു. ഇന്ത്യയെ രക്ഷിക്കാൻ അവരൊരു ഇന്ത്യ സഖ്യം ഉണ്ടാക്കി. അത് INDIA. ഇവിടെ ആരും സ്നേഹം കൊണ്ട് ഒന്നിച്ചു ചേർന്നതല്ല. അവരുടെ ചിന്തകൾ ഒന്നല്ല, അവരുടെ ആശയങ്ങൾ ഒന്നല്ല, അവരുടെ ലക്ഷ്യങ്ങൾ ഒന്നല്ല. അവർ ഓരോ സംസ്ഥാനങ്ങളിലും എതിരെ മത്സരിച്ചിരുന്നവരാണ്. എല്ലാവർക്കും ഒരു കാര്യം മാത്രം കോമൺ ആണ്. EDയും CBIയും ഇവരെ എല്ലാവരെയും ഫോളോ ചെയ്യുന്നുണ്ട്. 2 കാര്യങ്ങളുണ്ട്. ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ ആ കാര്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, നരേന്ദ്രമോദിജിയുടെ സ്വാധീനമെന്ന് പറയുന്നത് അത്രയ്ക്കും വലുതാണ്. പിന്നെ ജനങ്ങളുടെ സ്നേഹവും പിന്തുണയും അദ്ദേഹത്തിന് കിട്ടുന്നുമുണ്ട്. അദ്ദേഹത്തിനുള്ള പിന്തുണ അനുദിനം രാജ്യത്ത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രളയസമയത്ത് നദിയൊക്കെ നിറയുന്നത് പോലെ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മരത്തിൽ എത്ര ജന്തുക്കൾക്ക് വേണമെങ്കിലും കയറി നിൽക്കാം. ഞാൻ നർമ്മദയിൽ പ്രളയം വന്ന സമയത്ത് ബോട്ടിൽ കയറി കുറച്ചുപേരെ രക്ഷിക്കാൻ പോയി. അപ്പോൾ ഒരു കുരങ്ങ് അവിടെ ഒരു മരത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. അടുത്ത് തന്നെ ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു, തൊട്ടടുത്ത് മറ്റൊരു പാമ്പും ഉണ്ടായിരുന്നു. പോരാത്തതിന് കുരുവികളും ഉണ്ടായിരുന്നു. പക്ഷേ പാമ്പ് അവരെ ആരെയും കടിക്കാനായിട്ട് വന്നില്ല. മനുഷ്യനും അതിനെ വടികൊണ്ട് അടിക്കാൻ ശ്രമിച്ചതുമില്ല. കുരങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചില്ല. കാരണം താഴെ ഫുള്ള് വെള്ളമാണ്. ഓരോരുത്തരും ഓരോ ശാഖകളിലായിട്ട് നിന്നുകൊണ്ടേയിരുന്നു. അങ്ങനെയല്ല, ഞാൻ അതല്ല പറയുന്നത്. ശ്രീ നരേന്ദ്രമോദിജിക്ക് രാജ്യത്ത് അത്രയ്ക്കും വലിയ പിന്തുണ തന്നെയുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതായത് പ്രതിപക്ഷ നേതാക്കൾ എല്ലാവരും ഒരു മരത്തിൽ കയറി നിൽക്കുകയാണ്. പക്ഷേ അതൊരു ലക്ഷ്യത്തിനു വേണ്ടിയല്ല. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിനു മുന്നേയും ഇങ്ങനെ നടന്നിട്ടുണ്ട്. നേതാക്കന്മാർ എന്ത് ചെയ്താലും കറപ്ഷൻ, അഴിമതി, അങ്ങനെ എന്ത് തന്നെ ചെയ്താലും അവരെ ആരും കാര്യമാക്കാറില്ലായിരുന്നു. അവരൊക്കെ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ നരേന്ദ്രമോദിജി പറഞ്ഞു, ഞാനും കഴിക്കില്ല, നിങ്ങളത് കഴിക്കാൻ അനുവദിക്കുകയുമില്ല. പിന്നെ തെറ്റ് ചെയ്യുന്നവരെ ഒരിക്കലും വെറുതെ വിടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അവർ ഏത് കുടുംബത്തിൽ നിന്ന് വരുന്നു എന്നതിനെപ്പറ്റി എനിക്ക് ഒരു ആശങ്കയുമില്ല എന്നും പറഞ്ഞു. ആര് തന്നെ തെറ്റ് ചെയ്താലും അവർക്കെതിരെ നടപടികൾ എടുക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ഇന്നിവിടെ അഴിമതി നടക്കുന്നില്ല, ചീറ്റിംഗ് നടക്കുന്നില്ല. നടപടികൾ ശക്തമായതിനാൽ എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കുടുങ്ങുമെന്ന പേടിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ശിവരാജ് സാർ, ഇലക്ഷൻ അടുത്തുകൊണ്ടേയിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഒന്നു ചേർന്ന് താങ്കളെ എതിർക്കുകയാണ്. അമ്മാവനോട് മത്സരിക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്നും ഒരു ചിറ്റപ്പൻ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുമോ? നോക്കൂ, ഞാനും ജനങ്ങളുമായിട്ടുള്ള ബന്ധം അത് വളരെ അടുത്ത ഒരു ബന്ധമാണ്. ഞാൻ സ്ത്രീകളെ ലോഡ്ലി ലക്ഷ്മിയാക്കിയപ്പോൾ ചെറിയ ചെറിയ പെൺകുട്ടികൾ എന്നെ മാമ എന്ന് വിളിക്കാൻ തുടങ്ങി. ശേഷം എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടും എനിക്ക് നല്ല ഒരു ബന്ധം തന്നെ ഉണ്ടാക്കാൻ സാധിച്ചു. ഞാൻ എപ്പോഴും അവരെ പോയി കാണും. അവരെന്നും എന്നെ സ്നേഹത്തോടെ മാമ എന്ന് വിളിക്കും. പിന്നീട് പ്രായമായവർ പോലും എന്നെ മാമ എന്ന് വിളിക്കാൻ ആരംഭിച്ചു. സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. പക്ഷേ ഇത് സ്നേഹം കൊണ്ടാണ്, ഇത് സൗഹൃദം കൊണ്ടാണ്. വളരെ ആത്മാർത്ഥമായിട്ട് എന്ന് പറയുന്നു. അദ്ദേഹം വിചാരിച്ചതുകൊണ്ട് മാത്രം ഒരിക്കലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിറ്റപ്പൻ ആവാൻ സാധിക്കില്ലല്ലോ. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ കാട്ടിക്കൂട്ടലുകളൊന്നും തന്നെ ഇവിടെ വർക്കൗട്ട് ആവില്ല. ഓഡിയൻസിൽ നിന്ന് ആർക്കെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. താങ്കളുടെ വൈഫ് അങ്ങയുടെ കൂടെ ഏത് നേരവും കാണും, ആക്റ്റീവായിട്ട് അതിൽ ചേരുകയും ചെയ്യും. സോ താങ്കളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നോ അതോ ലവ് മാരേജ് ആയിരുന്നോ? അറേഞ്ച്ഡ് മാരേജ്. ഞങ്ങളുടേത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. തുടക്കത്തിൽ എൻ്റെ അച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു, നീ ഇപ്പോൾ കല്യാണം കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ ജോലിയിൽ തിരക്കായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ കല്യാണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ജോലികൾ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ടെന്ന്. എന്നാലും അവർ കല്യാണം തീരുമാനിച്ചു. കുടുംബക്കാർ ആദ്യം തന്നെ തീരുമാനിച്ചു. ഞാൻ പോയി പിന്നെ ഒന്ന് കണ്ടു. പക്ഷേ ഇന്ത്യൻ സംസ്കാരപ്രകാരം ഭാര്യ ഭർത്താവ് എന്നത് നമ്മളുടെ സംസ്കാരമാണ്. അത് ഒരു കോൺട്രാക്റ്റോ കാര്യമോ ഒന്നുമല്ല.
പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇതൊരു കോൺട്രാക്റ്റാണ്. പറ്റില്ലെങ്കിൽ പോവാ, ഓരോരുത്തർക്ക് ഓരോരുത്തരുടേതായിട്ടുള്ള വഴി, അത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ത്യയിൽ ഇതൊരു സംസ്കാരമാണ്, പവിത്രമായ ആത്മാക്കളുടെ ഒരു കൂടിച്ചേരൽ. പല ജന്മങ്ങൾക്ക് ഒരു തുണ. പല ജന്മങ്ങൾക്ക് ഒരു തുണയെന്ന് വെച്ചാൽ ആ പവിത്രതയോടെ തന്നെ നമ്മൾ അത് നടത്തേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് ബിസിയാകുന്നു, നമുക്കൊന്നിനും സമയം കിട്ടുന്നില്ല. നമ്മൾ എവിടെയൊക്കെ പോയാലും സർക്കാർ ജോലികൾ ഒഴികെ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിക്കാറ്. ക്ഷേത്രപൂജകൾക്ക് പോയാലും മതപരിപാടികൾക്ക് പോയാലും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെയാണ് പോവാറ്. പിന്നെ ഞാൻ ഒരു കാര്യം എന്നും സമ്മതിക്കും, അതായത് ഭർത്താവ് ഭാര്യയെയും തുല്യമായിട്ട് തന്നെ ബഹുമാനിക്കണം എന്നത്. രണ്ടുപേരും തുല്യരാണ് എന്നും അവർ പരസ്പരം തുണയാവണം, രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കണം. അപ്പോൾ മാത്രമേ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അങ്ങനെയാണ് ജനങ്ങളുടെ വിശ്വാസവും വർദ്ധിക്കുക. അങ്ങനെയാണ് ഇന്ത്യയുടെ സംസ്കാരം. ശിവരാജ് സാർ, ഞങ്ങൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ താങ്കളോട് ചോദിച്ചു. താങ്കൾ അതിനെല്ലാം വളരെ ക്ഷമയോടെ ഉത്തരം നൽകുകയും ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജിയായ പ്രദീപ് ചോബയുടെ ജഡ്ജിമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാനെയാണ് വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പല പദ്ധതികളെക്കുറിച്ചും നമ്മൾ ചോദിച്ചു. അദ്ദേഹം ജനങ്ങൾക്ക് നൽകുന്ന സൗജന്യങ്ങളെക്കുറിച്ചും നമ്മൾ ചോദിച്ചു. മധ്യപ്രദേശ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദിച്ചു. പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളെക്കുറിച്ചും ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിനെക്കുറിച്ച് പബ്ലിക്കും ചില ചോദ്യങ്ങൾ ചോദിച്ചു. ശിവരാജ് സിംഗ് ചൗഹാൻ എല്ലാ ചോദ്യങ്ങൾക്കും വളരെ സത്യസന്ധമായി ഉത്തരം നൽകി. ഇപ്പോൾ ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ ജഡ്ജിയായ ഡോക്ടർ പ്രദീപ് ചോബയുടെ ജഡ്ജിമെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. മിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ഒരു 13 വയസ്സ് തൊട്ട് തന്നെ സോഷ്യൽ ആക്ടിവിറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. അന്നോട്ട് ഇന്ന് വരെ ഇദ്ദേഹം വല്ലാണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും മനസ്സിൽ ഇദ്ദേഹം ഒരു നല്ല സ്ഥാനം പിടിച്ചു പറ്റിയിട്ടുണ്ട്. ഹി ഹാസ് ബീൻ ദ ലോങ്സ്റ്റ് സർവൈവിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് മധ്യപ്രദേശ്. പിന്നെ ഈ കോർട്ടിന്റെ ഉത്തരവുപടി ഇദ്ദേഹം എന്നായാൽ പോലും നാടിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടണം, അതൊരിക്കലും നിർത്താൻ പാടില്ല. ഇദ്ദേഹത്തിന്റെ സേവയുടെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹം ചെയ്ത കുറ്റങ്ങളൊരു കണക്കായിട്ട് പോലും തോന്നുന്നില്ല ശരിക്കും. പിന്നെ ഇദ്ദേഹം ചെയ്ത സേവകളെല്ലാം ഇദ്ദേഹത്തെ ഇവിടുന്ന് രക്ഷിച്ചിട്ടേ ഉള്ളൂ. ഈ നാട്ടിന് നിങ്ങളത്തെ പോലത്തെ രാഷ്ട്രീയക്കാര് വളരെ അത്യാവശ്യമാണ്. പിന്നെ നിങ്ങളുടെ ഈ സേവ എന്നും ഇത് നടന്നുകൊണ്ട് തന്നെ ഇരിക്കണം. ഞങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നിങ്ങൾക്ക് എന്നും തന്നെ ഉണ്ടാവും. നന്ദി. വളരെ ആത്മവിശ്വാസത്തോടുകൂടി ശിവരാജ് സിംഗ് ചൗഹാൻ തന്റെ പ്രവർത്തനങ്ങളെ വളരെ നന്നായിട്ട് ചെയ്യും, എളിമയോടെ ജീവിക്കും, മധ്യപ്രദേശിലെ ജനങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രവർത്തിക്കും. ഈ വിചാരണ ഇതോടെ പൂർത്തിയാകുകയാണ്. അടുത്ത പ്രാവശ്യം മറ്റൊരു അതിഥിയോടൊപ്പം വീണ്ടും വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. താങ്ക് യു.